Simple projections in the sense line in simple positions എന്ന് പറഞ്ഞാൽ lines perpendicular to HP, perpendicular to VP or perpendicular to profile plane എന്ന് പറഞ്ഞിട്ട്. പെർപെൻഡിക്കുലർ പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറഞ്ഞ് മൂന്നാമത് പറഞ്ഞത് പാരലൽ ടു ബോത്ത് HP and VP എന്ന. ഈ പാരലൽ ടു ബോത്ത് HP and VP ആ ഒരു കേസ് ഞാൻ പറഞ്ഞിരുന്നു, കാരണം ഞാൻ വരച്ച് കാണിച്ചിരുന്നു. പിന്നെ ലൈൻ പെർപെൻഡിക്കുലർ ടു HP എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പാരലൽ ടു VP ആണ്, കാരണം HP VP തമ്മിൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് HPക്ക് പെർപെൻഡിക്കുലർ ആയ ലൈൻ ഓട്ടോമാറ്റിക്കലി VPക്ക് പാരലായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ലൈൻസ്, അതുപോലെ സിമ്പിൾ കേസ്, അത് പ്രൊജക്ഷന് വേണ്ടി നമ്മളോട് ആവശ്യപ്പെടില്ല, പക്ഷെ നമുക്ക് ആ ലോജിക്ക് മനസ്സിലാക്കുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു ലൈൻ HPക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമായിരിക്കും. ആൻഡ് ഫ്രണ്ട് വ്യൂ വിൽ ബി എ ലൈൻ പെർപെൻഡിക്കുലർ ടു XY എന്നൊക്കെ നമുക്കിപ്പം പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ദിസ് ഈസ് HP ആൻഡ് VP ഒന്ന് നോക്കുക. നമ്മൾ ശ്രമിക്കുന്നത് HPക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ്. XY ലൈൻ ഏതാത് ഇന്റർസെക്ഷൻ ഓഫ് HP ആൻഡ് VP. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രൊജക്ഷൻ നമുക്ക് പറയാൻ എളുപ്പമാണ്, അതുകൊണ്ട് കൺവീനിയൻസ് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ലൈൻ എന്ന് അസ്യൂം ചെയ്യുന്നു. XY ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് HP ആൻഡ് VP. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെഫറൻസ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ. നൗ ദിസ് ഈസ് ദ ലൈൻ. സി ദ ലൈൻ ഈസ് നൗ പെർപെൻഡിക്കുലർ ടു HP. അപ്പൊ അതിന്റെ പോയിന്റ്സ് കണ്ടോ, ആക്ച്വൽ ലൈനാണ്. ടോപ്പ് എൻഡ് എയും ബോട്ടം എൻഡ് ബിയും ആണ്. അപ്പൊ നമുക്ക് അതിനെ HP-യിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു, VP-യിലേക്ക് പ്രൊജക്ട് ചെയ്യണമെന്നുള്ളതാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് VP-യിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നത്, ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ടെന്ന് പറയുമ്പോൾ ഒരു ആരോ ഹെഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് VP-യിലേക്ക് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടുന്നു, അല്ലാതെ എലിവേഷൻ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഫോർ ഫ്രണ്ട് വ്യൂ ആ ഡയറക്ഷനിലാണ് നോക്കുന്നത്. പ്രൊജക്ടർ ലൈൻസ് രണ്ടെണ്ണം വരച്ചു. യു ക്യാൻ സീ ദാറ്റ്. അങ്ങനെ രണ്ട് പോയിന്റ്സ് VP-യിൽ കിട്ടുന്നു. അതേതാ A' B' ആണ്. അത് കണക്ട് ചെയ്തു. ആൻഡ് യു ഗെറ്റ് ദ ഫ്രണ്ട് വ്യൂ. എങ്ങനെയാ ഫ്രണ്ട് വ്യൂവിന്റെ നേച്ചർ എന്താ? അത് XYക്ക് പെർപെൻഡിക്കുലർ ആണ്. XYക്ക് പെർപെൻഡിക്കുലർ ആണ്. അതിന് ട്രൂ ലെങ്തും വരും എന്ന് മനസ്സിലാക്കണം. ലൈനിന്റെ ഒറിജിനൽ AB-യുടെ അതേ ലെങ്ത് ഫ്രണ്ട് വ്യൂവിൽ റിഫ്ലക്ട് ചെയ്യും. കാരണം HP-ക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ VP-ക്ക് ഓട്ടോമാറ്റിക്കലി പാരലാണ് ആ ലൈൻ. ഒരു പ്ലെയിനിന് പാരലാണെങ്കിൽ അതിലെ പ്രൊജക്ഷൻ ട്രൂ ലെങ്ത് തരും എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഫ്രണ്ട് വ്യൂ A' B' അതാണ് നമ്മളിപ്പം കിട്ടിയിരിക്കുന്നത്. ആൻഡ് അതിലൊരു കൺഫ്യൂഷൻ വരാനിടയില്ല. ഇനി ടോപ്പിൽ നിന്ന് നോക്കുന്നു. ടോപ്പിൽ ഒരു ആരോ ഹെഡ് ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദാറ്റ് ആരോ ഹെഡ്. ഓക്കെ, ആൻഡ് ദെൻ അതിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ വിൽ ബി ജസ്റ്റ് എ പോയിന്റ്. കാരണം അറിയാലോ പെർപെൻഡിക്കുലർ ടു HP ആണ്. സോ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ലൈനായിട്ട് കാണില്ല. ഇറ്റ് വിൽ ജസ്റ്റ് ബി എ പോയിന്റ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി എ പോയിന്റ്. ആ പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ HP-യിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ കാണുന്നത്? ഇൻ ദ ഓർഡർ ഓഫ് വിസിബിലിറ്റി A, B. A ആണ് ആദ്യം കാണുന്നത്. സ്മോൾ ലെറ്റേഴ്സ് അറിയാലോ, ലോവർ കേസ് ലെറ്റേഴ്സ്, അത് നിർബന്ധമായിട്ട് വേണം. A, B എന്ന് നമുക്ക് എഴുതാം. ഓർഡർ ഓഫ് വിസിബിലിറ്റി അനുസരിച്ച് A ആദ്യം, B പിന്നീട്. മേ ബി സം അതർ പ്രാക്ടീസ് നമ്മൾ പ്രിഫറബിളി B ഇൻ ബ്രാക്കറ്റ്സ് ഒക്കെ ഇടാറുണ്ട്. കാരണം ഇൻവിസിബിൾ ആയിട്ടുള്ളതിനെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഒരു കൺവെൻഷൻ ഉണ്ട്. ബട്ട് നോട്ട് സോ സ്ട്രിക്റ്റ്. നമുക്ക് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ ആണ് ഇത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് സ്ലൈഡ്സ് ആണിത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ബൈ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് സിംഗിൾ ക്ലിക്ക് വഴി ഇങ്ങനെ ചെയ്ത് പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുപോലെ കൺസ്ട്രക്ഷൻ ഇനി അങ്ങോട്ട് വരുമ്പോഴും പ്രൊസീജിയർ വിൽ ബി വെരി ഈസി. സി ലൈൻ നോക്കിയാൽ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. This is actually a line parallel to both HP and VP. Means what? HP-ക്കും VP-ക്കും പാരലൽ എന്ന് പറഞ്ഞാൽ സൈഡിൽ ഒരു പ്ലെയിൻ, ഇവിടെ പ്രൊഫൈൽ പ്ലെയിൻ കാണിച്ചിട്ടില്ല, അത് ഇങ്ങനെ ഒരു പ്രൊഫൈൽ പ്ലെയിൻ സൈഡ് വ്യൂ വരയ്ക്കാനായിട്ടുള്ള ഒരു പ്ലെയിൻ വെച്ചാൽ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആണ് നമ്മുടെ ലൈനെങ്കിൽ ആ പ്ലെയിനിലെ പ്രൊജക്ഷൻ ഒരു പോയിന്റ് ആയിരിക്കും. ഇപ്പൊ HP-ക്ക് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ HP-ലെ പ്രൊജക്ഷൻ വിൽ ബി എ പോയിന്റ്. VP-ക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ വിൽ ബി എ പോയിന്റ്. പ്രൊഫൈൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് ലൈനെങ്കിൽ പ്രൊഫൈൽ വ്യൂ ഓർ സൈഡ് വ്യൂ വിൽ ബി എ പോയിന്റ് എന്നുള്ളത്. പക്ഷേ പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയുന്നത് HP-ക്കും VP-ക്കും രണ്ടിനും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് പ്രൊഫൈൽ പ്ലെയിനിന് സൈഡ് വ്യൂ പ്രൊജക്ട് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ഓട്ടോമാറ്റിക്കലി HP-ക്കും VP-ക്കും പാരലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ AB എന്നുള്ള ഇപ്പോൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുന്നു. ജസ്റ്റ് എ മിനിറ്റ്. AB മേളിൽ നിന്ന് നോക്കിയിട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്താ, രണ്ട് പ്രൊജക്ടർ ലൈൻ വരച്ചു HP-യിലേക്ക്. അവിടെ എവിടെയാണോ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ HP-യെ മീറ്റ് ചെയ്യുന്നത്, അങ്ങനെ രണ്ട് പോയിന്റ് കിട്ടി. ഒരു പോയിന്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. രണ്ടും കണക്ട് ചെയ്തു. ആൻഡ് അഗെയിൻ ഫ്രണ്ട് വ്യൂ പോലെ തന്നെ ദാറ്റ് ഈസ് ഓൾസോ പാരലൽ ടു XY. ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു ദ ട്രൂ ലെങ്ത് ഓൾസോ. സ്മോൾ AB ആണ് ഇപ്പൊ കിട്ടിയത്. സോ ബോത്ത് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ വിൽ ബി പാരലൽ ടു XY ആൻഡ് ബോത്ത് വിൽ ഗിവ് യു ദ ട്രൂ ലെങ്ത് എന്നുള്ളതാണ് ലൈൻ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP എന്നുള്ളതിന്റെ പ്രത്യേകത. ഒരു പ്ലെയിൻ പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻ, ഒരു ലൈൻ ഒരു പ്രൊജക്ഷൻ ഓഫ് പ്ലെയിനിന്
പാരലാണെങ്കിൽ അതിലെ പ്രൊജക്ഷൻ ട്രൂ ലെങ്ത് തരും. വി പിക്ക് പാരലാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് ആയിരിക്കും. എച്ച് പിക്ക് പാരലാണെങ്കിൽ ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് ആയിരിക്കും. ഇനി രണ്ടിനും പാരലാണെങ്കിൽ രണ്ട് പ്രൊജക്ഷനിലും ട്രൂ ലെങ്ത് ആയിരിക്കും. സോ ദിസ് ഈസ് സച്ച് എ കേസ്. എച്ച് പിക്കും വി പിക്കും പാരലാണ്. സോ ആസ് എ റിസൾട്ട് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും രണ്ടും പാരലൽ ടു എക്സ് വൈ, രണ്ടും ട്രൂ ലെങ്ത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിന്റെയൊക്കെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ പോയ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ആദ്യത്തെ കേസ് കണ്ടോ? ആദ്യത്തെ കേസിൽ എങ്ങനെയാ? ദ ഫ്രണ്ട് വ്യൂ ഈസ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ. സി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിനിപ്പം എയും ബിയും എത്ര ഡിസ്റ്റൻസ് അകലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡയമെൻഷൻ എടുത്ത് വരയ്ക്കായിരുന്നു. പക്ഷെ ദിസ് ഈസ് സംതിങ് ലൈക്ക് ദാറ്റ് എന്ന് മനസ്സിലാക്കണം. ഈ എ ബി എന്നുള്ള ലൈൻ എത്ര വി പിക്ക് എത്ര മുമ്പിലാണെന്നും എ എന്ന് പറയുന്ന എഡ്ജ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന എഡ്ജ് എച്ച് പിക്ക് മേളിലേക്ക് എത്ര ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ എ ബിയുടെ ട്രൂ ലെങ്ത് എത്രയാണ് എന്നറിയാമെങ്കിൽ നേരിട്ട് അങ്ങ് വരയ്ക്കാം ഈ പ്രൊജക്ഷൻ. ടോപ്പ് വ്യൂ ഇസ് എ പോയിന്റ് എ കോമ ബി. അതിന്റെ ഓർഡർ ഓഫ് വിസിബിലിറ്റി ആണ്. എ ആണ് ടോപ്പിലേത്, ബി താഴത്തേതാണ്. ദെൻ എ ഡാഷ് ബി ഡാഷ് ഫ്രണ്ട് വ്യൂ ഇസ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ സിമ്പിൾ കേസസ് ആണ്. ശരിക്കും തുടക്കത്തിൽ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ തുടങ്ങുന്നത്. പക്ഷെ ഞാൻ ജനറൽ കേസ് അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അത് ഡെഫിനറ്റ് പർപ്പസ് ഉണ്ട്. കാരണം അത് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ ഐഡിയ ഫേം ആവും. ജനറലൈസ് ചെയ്തിട്ട് ബാക്കി പറയുന്നത് കാര്യം നല്ലതാണ് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ ഇൻക്ലിനേഷൻ എന്തോ ആണ്? ഇൻക്ലിനേഷൻ ഈ ആദ്യത്തെ കേസിൽ ഇൻക്ലിനേഷൻ വിത്ത് തീറ്റ, inclination with HP, theta, എത്രയാണ് ആംഗിൾ? ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. സോ ഇൻക്ലിനേഷൻ തീറ്റ 0 അല്ല, ഇൻക്ലിനേഷൻ തീറ്റ ഈസ് 90. ആൻഡ് വി പിക്ക് പാരലാണ്. പാരലാവുമ്പോൾ വി പിക്ക് എങ്ങനെയാണ് പാരലായത്? എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയ ഓട്ടോമാറ്റിക്കലി വി പിക്ക് പാരലായിക്കോളും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി പി ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ എന്ന് പറയുന്ന ട്രൂ ഇൻക്ലിനേഷൻ 0 ആണ്. എച്ച് പി ആയിട്ട് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ദാറ്റ് ആംഗിൾ തീറ്റ, ട്രൂ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് എച്ച് പി തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഈ കേസിൽ എങ്ങനെ അറിയാലോ? ലൈൻ ഈസ് പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. സി ഓട്ടോമാറ്റിക്കലി തീറ്റ ഈസ് 0, ഫൈ ഈസ് 0 രണ്ടും. അപ്പം അതിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ലൈൻ പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ ബോത്ത് വിൽ ബി പാരലൽ ടു എക്സ് വൈ ആൻഡ് ബോത്ത് വിൽ ഗീവ് യു ദ ട്രൂ ലെങ്ത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ലൈൻ പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി, സിംഗിൾ ഇൻക്ലൈൻഡ് ലൈൻ എന്നാണ് ഇതിന് വിളിക്കുന്നത്. നമ്മൾ ഡബിൾ ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒബ്ലിക് ലൈൻസിന്റെ പ്രൊജക്ഷൻ ആണ് ഇതുവരെ വരച്ചോണ്ടിരുന്നത്. അതിൽ നിന്ന് സിംപ്ലസ്റ്റ് കേസിലോട്ട് നമ്മൾ തിരിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറയുന്നതാണ്. കാരണം പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിൽ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റുകളൊക്കെ ആവശ്യമുണ്ട്. ലൈൻ പാരലൽ ടു വി പി, ആക്സിസ് ഓഫ് ദ സോളിഡ് ഈസ് പാരലൽ ടു വി പി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണം. ഇൻക്ലൈൻ ടു എച്ച് പി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിടിയിട്ടാണ്. ഈ ഒരു ലൈൻ എന്താണെന്നറിയോ? ഇപ്പൊ വരച്ചു വെച്ചിരിക്കുന്ന ലൈൻ, ആൻഡ് ദിസ് ലൈൻ ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി ബട്ട് പാരലൽ ടു വി പി. എന്നുവെച്ചാൽ ആ ലൈനിലെ ഓരോ പോയിന്റും വി പിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ്. വി പിക്ക് പാരലൽ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് കിട്ടും. ആൻഡ് ഇതിൽ ടോപ്പ് വ്യൂവിന് ഡിസ്റ്റോർഷൻ വരും. കാരണം ടോപ്പ് വ്യൂ ഡിസ്റ്റോർഷൻ ഇൻ ദ സെൻസ് ലെങ്ത്, ടോപ്പ് വ്യൂവിലെ ലെങ്ത് കുറയും. കാരണം ടോപ്പ് വ്യൂവിന് ഇൻക്ലൈൻഡ് ആണ്. പാരലലാണെങ്കിൽ ട്രൂ ലെങ്ത് തരും എന്ന് പറയുന്നത് പോലെ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആണെങ്കിൽ അതിലെ പ്രൊജക്ഷനിൽ റെഡ്യൂസ്ഡ് ലെങ്ത് ആയിരിക്കും, apparent length. So now AB is the line. See this? AB ആണ് line that is inclined at some angle with HP but parallel to VP. VP ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ phi 0, HP ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ say some theta like 30, 45 etc. Okay, so like that. അപ്പോൾ ഇനി ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് വി പിക്ക് പാരലാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് പ്രൊജക്ടർ ലൈൻസ് വരച്ചു, പെർപെൻഡിക്കുലർ ടു വി പി വരച്ചു. അത് വി പിയെ മീറ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ് കിട്ടും. അത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എ ഡാഷ് ബി ഡാഷ് റെഡി. സി ദിസ്? ഫ്രണ്ട് വ്യൂ ഇസ് റെഡി ആൻഡ് എ ഡാഷ് ബി ഡാഷ്. എന്താ നോട്ട് ചെയ്യുന്നത്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വി പിക്ക് പാരലൽ ആയതുകൊണ്ട് നമ്മൾ പഠിച്ച ലോജിക്കിന് ഒരു തെറ്റുമില്ല. ഒരു പ്ലെയിനിന് ഒരു ലൈൻ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന്, ഏത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ആണോ പാരലൽ അതിലെ പ്രൊജക്ഷൻ ട്രൂ ലെങ്ത് തരും. ഇത് വി പിക്കാണ് പാരലൽ ലൈൻ എ ബി. അതുകൊണ്ട് അതിലെ പ്രൊജക്ഷൻ, വി പിയിലെ പ്രൊജക്ഷൻ എന്താ? ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ്, ആൻഡ് ദാറ്റ് വിൽ ഗീവ് യു ദ ട്രൂ ലെങ്ത്. ഇപ്പൊ ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ എക്സാക്ട്ലി ട്രൂ ലെങ്ത് തരികയാണ് ലൈനിന്റെ. പക്ഷേ ദാറ്റ് ഇപ്പൊ ഒരു ആംഗിൾ കാണിച്ചിട്ടുണ്ട്. The line is inclined at an angle theta with HP. ആ ആംഗിൾ തീറ്റ എവിടെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? സി, ഫ്രണ്ട് വ്യൂ ഇസ് നോട്ട് പാരലൽ ടു എക്സ് വൈ ബട്ട് ഫ്രണ്ട് വ്യൂ ഇസ് ഇൻക്ലൈൻഡ് ടു എക്സ്. ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ഒക്കെ തരുന്നുണ്ട്. ഫ്രണ്ട് വ്യൂ ഇൻക്ലൈൻഡ് അറ്റ് an angle തീറ്റ. അപ്പൊ ലൈനിന് എന്തുമാത്രം ആംഗിൾ എച്ച് പി ആയിട്ടുണ്ടോ ആ ആംഗിൾ റിഫ്ലക്ട് ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂവിലാണ്. പക്ഷെ ഫ്രണ്ട് വ്യൂ ഗീവ്സ് യു ദ ട്രൂ ലെങ്ത്. കാരണം ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് നമ്മുടെ ലോജിക്കിന് തമ്പ് റൂളിന് ഒരു മാറ്റവും ഇല്ല. ലൈൻ പാരലൽ ടു വി പി, സോ ഫ്രണ്ട് വ്യൂ ഷുഡ് ഗീവ് ദ ട്രൂ ലെങ്ത്. ഈ കേസിൽ അങ്ങനെ വരുന്നുണ്ട്. നൗ ടോപ്പ് വ്യൂ ഉണ്ടോ? എയും ബിയും വെർട്ടിക്കലി താഴേക്ക് പ്രൊജക്ട് ചെയ്തു. ഇനി അതിന്റെ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എച്ച് പിയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരച്ചു. അപ്പൊ ടോപ്പ് വ്യൂ കിട്ടി. ഇപ്പൊ ടോപ്പ് വ്യൂവിനെ കുറിച്ച് ആധികാരികമായിട്ട് കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ്സ് ഈസി ഫോർ us. കാരണം എന്താ പറയുക? ടോപ്പ് വ്യൂ ഇസ് നൗ റെഡ്യൂസ്ഡ് ഇൻ ലെങ്ത്. ടോപ്പ് വ്യൂ ഒറിജിനൽ ലെങ്ത് അല്ല. പക്ഷേ ടോപ്പ് വ്യൂയുടെ നേച്ചർ കണ്ടാൽ നിങ്ങൾ എക്സ് വൈ ആയിട്ട് ബന്ധമുണ്ട്.
എക്സ് വൈ ആയിട്ടൊന്ന് നോക്കിയേ, എക്സ് വൈ ആയിട്ട് ഈ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് പാരലല്ല. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ട, whenever the line is parallel to VP and inclined to HP at an angle theta, front view എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് തരും. ഫ്രണ്ട് വ്യൂ വിൽ ബി ഇൻക്ലൈൻഡ് അറ്റ് തീറ്റ വിത്ത് എക്സ് വൈ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ ലെങ്ത്. റെഡ്യൂസ്ഡ് കുറയും, ലെങ്ത് കുറയും, ബട്ട് ഇറ്റ് വിൽ ബി പാരലൽ ടു എക്സ് വൈ. ഇനിയിപ്പോൾ അതിന്റെ പ്രൊജക്ഷൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ റെഡിയായി. നമുക്ക് മറ്റുള്ള ഈ പ്രൊജക്ടർ ലൈൻസ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ള അഡീഷണൽ ലൈൻസ് ആണ് ഈ വരച്ചു വെച്ചത്. ഇതിനിപ്പോൾ നമ്മൾ കോപ്പി ചെയ്താൽ ഇതെങ്ങനെ വരും കണ്ടോ? എക്സ് വൈ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ലൈൻ ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് കംപ്ലീറ്റ് ഫ്രണ്ട് വ്യൂ എബോ എക്സ് വൈ ആൻഡ് ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ. ആൻഡ് ടോപ്പ് വ്യൂ നമ്മൾ പറഞ്ഞതുപോലെ പാരലൽ ടു എക്സ് വൈ ആൻഡ് ഫ്രണ്ട് വ്യൂ ഈസ് ഇൻക്ലൈൻഡ്. ബട്ട് ഫ്രണ്ട് വ്യൂവിന്റെ പ്രത്യേകത എന്താ? ഫ്രണ്ട് വ്യൂ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് റിയൽ ആംഗിൾ വിത്ത് എക്സ് വൈ. റിയൽ ആംഗിൾ, ഏത് റിയൽ ആംഗിൾ? എച്ച് പി ആയിട്ടുള്ള റിയൽ ആംഗിൾ ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് വ്യൂവിന്റെ. ഫ്രണ്ട് വ്യൂ ഗീവ്സ് യു ദ ട്രൂ ലെങ്ത് ഓൾസോ. ടോപ്പ് വ്യൂ ഈസ് പാരലൽ ടു എക്സ് വൈ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ പാരലൽ ടു വി പി എന്ന് പറയുമ്പം ഒരു കൺക്ലൂഷൻ വെച്ച് ഉടനെ ഫ്രണ്ട് വ്യൂ വിൽ ബി പാരലൽ ടു എക്സ് വൈ എന്ന് പറയുന്നത്. ടോപ്പ് വ്യൂ വിൽ ബി പാരലൽ ടു എക്സ് വൈ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വി പിക്ക് പാരലൽ ആണെങ്കിൽ ടോപ്പ് വ്യൂ ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പിയും കൂടെ ആണെങ്കിൽ ടോപ്പ് വ്യൂ ആണ് എക്സ് വൈക്ക് പാരലൽ ആകാൻ പറ്റുന്നത്. അതുപോലെ തിരിച്ചെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് കൺസിഡർ ചെയ്യുന്ന ലൈൻ ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. എച്ച് പിക്ക് പാരലും വി പിക്ക് ഇൻക്ലൈൻഡ് അറ്റ് ദ റിയൽ ആംഗിൾ ഫൈ. തീറ്റ 0. ഇവിടെ എന്താണ്? ഫൈ 0. ഈ കേസിൽ എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു 0. വി പി ആയിട്ടുള്ള ആംഗിൾ 0, എച്ച് പി ആയിട്ടുള്ള ആംഗിൾ തീറ്റ എന്നുള്ളതാണ് ഈ കേസിൽ. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇനി ഗസ് വർക്ക് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ലൈൻ ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. ഇൻക്ലൈൻ ടു വി പി അറ്റ് ആൻ ആംഗിൾ സേ ഫൈ. അപ്പം നമ്മൾ അതിന്റെ പിക്ചോറിയൽ പ്രൊജക്ഷൻ ഒരു 3 ഡയമെൻഷണൽ പെർസ്പെക്റ്റീവ് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ലൈനാണ്. സി ദിസ് ഈസ് എ ലൈൻ എ ബി. എ ബിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിപ്പം വരച്ചിരിക്കുന്ന ഇറ്റ് ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് ബാക്കി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഫൈ വിത്ത് വി പി, ആക്ച്വൽ ആംഗിൾ ഫൈ, ആൻഡ് പാരലൽ ടു എച്ച് പി. എച്ച് പിക്ക് പാരലൽ ആയതുകൊണ്ട് എച്ച് പിയിലെ പ്രൊജക്ഷൻ, അതായത് ടോപ്പ് വ്യൂ വിൽ ഗീവ് യു ദ ട്രൂ ലെങ്ത്. നോക്കിയേ, ടോപ്പിൽ നിന്ന് നോക്കുന്നു, പ്രൊജക്ട് ചെയ്യുന്നു, എങ്ങനെയാ കിട്ടിയെന്ന് കണ്ടോ? സോ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനുമായിട്ടുള്ള ബന്ധം നോക്കി ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരുന്നത്. ബട്ട് ടോപ്പ് വ്യൂ വിൽ ഗീവ് യു ദ ട്രൂ ലെങ്ത്. സി ടോപ്പ് വ്യൂ സ്മോൾ എ ബി ദാറ്റ് വിൽ ബി സെയിം ആസ് ആക്ച്വൽ ലെങ്ത് എ ബി എന്നുള്ളത്. അതിൻ്റെ ആ ഇൻക്ലിനേഷൻ ഫൈ ഇവിടെ റിഫ്ലക്ട് ചെയ്യും. എവിടെ? ടോപ്പ് വ്യൂവിൽ റിഫ്ലക്ട് ചെയ്യും. നേരത്തെ നമ്മുടെ അപ്പർ കേസിൽ, ഇപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്ന മുകളിലത്തെ കേസിൽ ഫ്രണ്ട് വ്യൂവിൽ ആക്ച്വൽ ആംഗിൾ തീറ്റ റിഫ്ലക്ട് ചെയ്തതുപോലെ വെൻ ദ ലൈൻ ഈസ് പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി അറ്റ് തീറ്റ. ഈ കേസിൽ വെൻ ദ ലൈൻ ഈസ് ഇൻക്ലൈൻ ടു വി പി at an angle phi and parallel to HP, but top view will give the true length and top view will be inclined at the angle phi with xy എന്നുള്ളത്. ബട്ട് now front viewന്റെ കേസ് നോക്കി, ഫ്രണ്ടിൽ നിന്ന് നോക്കി പ്രൊജക്ട് ചെയ്താൽ that will be reduced in length. കാരണം അത് നമുക്ക് ഉറപ്പിച്ച് പറയാം, ഒരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഇൻക്ലൈൻഡ് ആയാൽ അതിലെ പ്രൊജക്ഷനിൽ ട്രൂ ലെങ്ത് കിട്ടില്ല, റെഡ്യൂസ്ഡ് ലെങ്ത് ആയിരിക്കും ഡെഫിനറ്റ്ലി. സോ വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്, സോ ഫ്രണ്ട് വ്യൂ വിൽ ബി റെഡ്യൂസ്ഡ്. വി പിക്ക് പാരലൽ ആകുമ്പോഴേ ട്രൂ ലെങ്ത് വരൂ, ഇപ്പം അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ലെങ്ത്. സോ ഫ്രണ്ട് വ്യൂ ഈസ് റെഡ്യൂസ്ഡ്. പക്ഷെ പ്രത്യേകിച്ച് മനസ്സിലാക്കിയ നമുക്ക് കിട്ടുന്ന ഐഡിയ, ഈ ലൈൻ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നൗ ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് വൈ. ഓക്കെ, സോ പാരലൽ ടു എക്സ് വൈ, എ ഡാഷ് ബി ഡാഷ്, നൗ ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് വൈ. ഇതാണ് അതിന്റെ പിക്ചോറിയൽ പ്രൊജക്ഷൻ. സി ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്, ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് ഈസ് പാരലൽ ടു എക്സ് വൈ ആൻഡ് ടോപ്പ് വ്യൂ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ദി ആംഗിൾ ഫൈ. കണ്ടോ, ടോപ്പ് വ്യൂ റീജിയനിലാണ് ഒറിജിനൽ ആംഗിൾ ഫൈ ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മൊറോവർ ഇവിടെ ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്തും ഉണ്ട്. സിൻസ് ദ ലൈൻ ഈസ് പാരലൽ ടു വി പി, സിൻസ് ദ ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി, ടോപ്പ് വ്യൂ വിൽ ഗീവ് ദ ട്രൂ ലെങ്ത്. ആ ടോപ്പ് വ്യൂവിന്റെ ഇൻക്ലിനേഷൻ ആണ് വി പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ഫൈ നമുക്ക് തരുന്നത്. ടോപ്പ് വ്യൂ ഗീവ്സ് യു ദ ട്രൂ ലെങ്ത് സിൻസ് ദ ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി. ഇനി ഇൻക്ലൈൻ ടു വി പി ആണ്, അതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൽ ഡിസ്റ്റോർഷൻ ഉണ്ട്, റിഡക്ഷൻ ഇൻ ലെങ്ത് എന്നുള്ളത്. നമ്മൾ എ ബി കോസ് ഫൈ, ക്യാപിറ്റൽ എ ബി കോസ് ഫൈ ആണ് ആ റെഡ്യൂസ്ഡ് ലെങ്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഐ മീൻ വി നോ ദിസ്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ലോജിക്കും ഇതിലൊക്കെ അപ്ലൈ ചെയ്യാം. ആൻഡ് യു വിൽ യു ക്യാൻ സീ ദാറ്റ് ആൻഡ് ഓൾ ദീസ് കണ്ടീഷൻസ് വിൽ ബി സാറ്റിസ്ഫൈഡ്. ഓക്കെ, ടോപ്പ് വ്യൂ ഇൻക്ലൈൻ ടു എക്സ് വൈ ആൻഡ് ഫ്രണ്ട് വ്യൂ പാരലൽ ടു എക്സ് വൈ ആണ് ഇവിടുത്തെ കൺക്ലൂഷൻസ്. അപ്പൊ ഇനി നമ്മളെ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മളൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ എ ബി ആണ് ലൈൻ, അതിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് വരച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഇറ്റ് ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. നമ്മളൊരു ട്രപ്പീസിയംസ് പോലെ വന്നതായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ലൈൻ എ ബിയെ വി പിയിലേക്ക് പ്രൊജക്ട് ചെയ്തു, ഫ്രണ്ട് വ്യൂ കിട്ടി. ലൈൻ എ ബിയെ വി പിയിലേക്ക് എച്ച് പിയിലേക്ക് പ്രൊജക്ട് ചെയ്യും, അപ്പോൾ കിട്ടുന്നത് ടോപ്പ് വ്യൂ ആണ്. പക്ഷെ ശ്രദ്ധിക്കാനുള്ളത് ആ ആംഗിൾസ്, അതായത് ഫ്രണ്ട് വ്യൂവിനും ടോപ്പ് വ്യൂവിനും
ഈ XY ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് ഇപ്പോൾ ഒരു കാരണവശാലും റിയൽ ആംഗിൾസ് വരില്ല. സോ ഇറ്റ് വിൽ ബി അപ്പാരന്റ് ആംഗിൾസ്. XY ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ശരിക്കും റിയൽ ആംഗിൾസ് ഏതാണ്? റിയൽ ആംഗിൾ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് HP ആൻഡ് ഫൈ വിത്ത് VP. പക്ഷെ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും റിഫ്ലക്ട് ചെയ്യുന്നത് അപ്പാരന്റ് ഇൻക്ലിനേഷൻസ് ആണ്. കാരണം എന്താ? ഓൺലി ദ ട്രൂ ലെങ്ത് ലൈൻ. ഇനി ഞാൻ പറയുന്ന സെന്റൻസ് വളരെ വ്യക്തമായിട്ട് മനസ്സിൽ വെച്ചേക്കണം. ഓൺലി ദ ട്രൂ ലെങ്ത് ലൈൻ വിൽ ബി ഇൻക്ലൈൻഡ് അറ്റ് ട്രൂ ആംഗിൾ വിത്ത് XY. Only the true length line will be inclined at true angle with XY. Apparent length line ആണെങ്കിൽ, അതായത് reduced length ഉള്ള പ്രൊജക്ഷൻ ലൈൻ ആണെങ്കിൽ അത് ഒരിക്കലും റിയൽ ആംഗിൾ വിത്ത് XY വരില്ല. ഇതുവരെയുള്ള എല്ലാ ലോജിക്ക് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും ഈ കേസിൽ എങ്ങനെയാ? ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു XY, both of them are inclined to XY. പക്ഷേ നോട്ട് അറ്റ് റിയൽ ആംഗിൾസ്, അപ്പാരന്റ് ആംഗിൾസ്. അത് നമ്മൾ ആൽഫ ബീറ്റ എന്നൊക്കെ പറയും. ഫ്രണ്ട് വ്യൂവിന്റെ ആൽഫ വിത്ത് XY, ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ ഓർ XY, അത് എന്താണ്? ബീറ്റ എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ ഈ കിട്ടിയ പ്രൊജക്ഷൻ ഇവിടെ നോക്കി, ഇങ്ങനെയാണ് ആ പ്രൊജക്ഷൻ കിട്ടിയ ഈ ലൈനിന്റെ. ലൈൻ കാണിക്കാതെ A dash B dash and AB, small AB top view inclined at an angle beta with XY or horizontal, and front view A dash B dash inclined at an angle alpha with XY. ഇത്ര സിമ്പിൾ ആയിട്ട് കിട്ടുമെന്നല്ല നമ്മൾ പറയുന്നത്. ദിസ് വിൽ ബി ദ കൈൻഡ് ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മൾ കിട്ടുന്ന ഓരോന്നിന്റെ ഇമേജ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൊജക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഓൺ VP ആണ് ഫ്രണ്ട് വ്യൂ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ ഓൺ HP ഇസ് ദ ടോപ്പ് വ്യൂ എന്നുള്ളത്. സോ യു ഗെറ്റ് XY ലൈൻ വരച്ചിട്ട് പ്രൊജക്ഷൻ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയിട്ട് ഫ്രണ്ട് വ്യൂ A dash B dash above XY, ടോപ്പ് വ്യൂ സ്മോൾ AB below XY, ആൻഡ് രണ്ടിന്റെ റെസ്പെക്റ്റീവ് ഇൻക്ലിനേഷൻ. നൺ ഓഫ് ദ വ്യൂസ് വിൽ ഗീവ് യു ദ ട്രൂ ലെങ്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കണം, ദ അപ്പാരന്റ് ലെങ്ത് ലൈൻസ് ക്യാൻ നെവർ ബി ഇൻക്ലൈൻഡ് അറ്റ് റിയൽ ആംഗിൾ വിത്ത് XY. ഓൺലി ദ ട്രൂ ലെങ്ത് ലൈൻ വിൽ ബി ഇൻക്ലൈൻഡ് അറ്റ് ട്രൂ ആംഗിൾ വിത്ത് XY. അപ്പാരന്റ് ലെങ്ത് ലൈൻ ട്രൂ ആംഗിൾ ഇൻക്ലിനേഷൻ വരില്ല XY ആയിട്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ട്രൂ ലെങ്ത് ലൈൻ മാത്രമേ ട്രൂ ഇൻക്ലിനേഷൻ XY ആയിട്ട് കാണിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇതുപോലെ നമുക്കിപ്പോ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ ഒക്കെ കിട്ടി. ആൽഫ ബീറ്റയാണ് അപ്പാരന്റ് ഇൻക്ലിനേഷൻസ്. ഒബ്ലിക് ലൈനിന്റെ കേസാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ കൂടുതലായിട്ട് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കിട്ടുന്ന അനുസരിച്ച് ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ബൈ ക്ലിക്കിംഗ് ദ സ്റ്റെപ്പ് 1 by 1 എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാ മനസ്സിലാക്കി, എങ്ങനെയാ കിട്ടുന്നത് നമ്മൾ അറിയാലോ. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ കിട്ടുന്നതും ബാക്കിയുള്ള പ്രൊസീജിയർ ഞാൻ ഇപ്പൊ പറയുന്നില്ല. ട്രൂ ലെങ്ത് ലൈൻ അതിന്റെ ഒരു എസെൻഷ്യലി ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യും എന്നൊക്കെ ഉള്ളത്. ശരിക്കും ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ തന്നാൽ, ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അതായത് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് അറിയാമെന്ന് വെക്കുക. A dash B dash ABയും, അതായത് എൻഡ് പോയിന്റ് A ഡാഷിന്റെ ലൊക്കേഷൻ തന്നിട്ടുണ്ട്, എൻഡ് പോയിന്റ് B ഡാഷിന്റെ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഈ അപ്പാരന്റ് ഇൻക്ലിനേഷനിൽ ഒരു ആംഗിൾ തരികയോ, അല്ലെങ്കിൽ രണ്ടും വേണമെന്നില്ല, ഒരു ആംഗിൾ തരികയോ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് DBEP എന്ന് പറഞ്ഞ് തരികയോ ചെയ്താൽ തുടക്കത്തിൽ തന്നെ A ഡാഷും B ഡാഷും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രൂ ലെങ്ത് കിട്ടുന്നത്, ട്രൂ ഇൻക്ലിനേഷൻ കിട്ടുന്നത്? ഫ്രണ്ട് വ്യൂവിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, മേക്ക് ഇറ്റ് പാരലൽ ടു XY എന്നുള്ളത്, ആൻഡ് ദെൻ ടോപ്പ് വ്യൂ റീജിയൻ ലോക്കസ് ഓഫ് ബിയിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ടോപ്പ് വ്യൂവിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, മേക്ക് ഇറ്റ് പാരലൽ ടു XY, എന്നിട്ട് ലോക്കസ് ഓഫ് B ഡാഷ് വരെ അതിനെ വെർട്ടിക്കലി ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചില കാര്യങ്ങൾ മിസ്ലീഡ് ആവരുത്. ഇപ്പം സ്ലൈഡ്സ് എന്ന് പറയുമ്പം എല്ലാ വിധത്തിലും അത് പക്കയാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ B റൊട്ടേറ്റ് ചെയ്ത് B2 ആയി, ടോപ്പിലോട്ട് പ്രൊജക്ട് ചെയ്തപ്പോൾ B1 ഡാഷ് ആയി. എങ്ങനെ റീഡ് ചെയ്യേണ്ട? ഇത് B1 ആണെങ്കിൽ ഇത് B1 ഡാഷ്, അങ്ങനെ വിചാരിക്കുക. ഇറ്റ്സ് നോട്ട് ദി അതർ വേ അറൗണ്ട്. ഓക്കെ, അപ്പോൾ B1 ഒന്ന് റൊട്ടേറ്റ് ചെയ്തപ്പോൾ B1 ആണെങ്കിൽ ദി അതർ വൺ ഈസ് B1 ഡാഷ്. റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഇത് B2 എന്നാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് B2 ഡാഷ് എന്നാണ് എഴുതേണ്ടത് എന്നുള്ളത് ഓർക്കുക. സോ ഇവിടെ A ഡാഷ് B1 ഡാഷ്, ദാറ്റ് ഈസ് എ ട്രൂ ലെങ്ത് ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. പിന്നെ ഇതുപോലെ ഈ വരച്ചിരിക്കുന്നത് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അത് ഡാർക്ക് ആക്കി വരച്ചിരിക്കുന്നത്. നമ്മൾ ട്രൂ ലെങ്ത് ലൈനിനെ ഡാർക്ക് ആക്കാറില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഏതിനെ ഡാർക്ക് ആക്കുന്ന? ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. ട്രൂ ലെങ്ത് ലൈനിന് ഒരു മീഡിയം ഡാർക്ക്നെസ് കൊടുത്താൽ മതി. ഇമ്പോർട്ടൻറ്റ് റെഫറൻസ് ലൈൻസ്, മീഡിയം ഡാർക്ക്നെസ്, നോട്ട് വെരി ലൈറ്റ്. പക്ഷേ ഇത് കൺസ്ട്രക്ഷൻ ലൈൻസ് ഏതാ? A ഡാഷ് B ഡാഷ്, ആംഗിൾ മാർക്ക് ചെയ്യാൻ വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ ലോക്കസ് ലൈൻസ്, അതൊക്കെ ലൈറ്റ് ആയിട്ട് വരയ്ക്കുക, ഫെയിൻറ്റ് ലൈൻസ്. ഓക്കെ, അതാണ് നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈൻ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ എടുത്ത് പറയുന്നില്ല, ബിക്കോസ് വി നോ ദ പ്രൊജക്ഷൻ. നമ്മൾ കഴിഞ്ഞ തവണ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതാണ് എങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന്. ബട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഞാനിപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. യു വിൽ ഗെറ്റ് ഇറ്റ് ഡെഫിനറ്റ്ലി. കാരണം ഇത് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. അതേ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ അവൈലബിൾ ആണെങ്കിൽ ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷൻസും എങ്ങനെ കിട്ടും? ഇനി അതുപോലെ ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷൻസും ഉണ്ടെങ്കിൽ
ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷൻസും ഉണ്ടെങ്കിൽ ദെൻ ഹൗ ടു ഗെറ്റ് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ അതും നമുക്കറിയാം. നമ്മൾ രണ്ടും സമയമെടുത്ത് കൺസിഡർ ചെയ്തതാണ്. അപ്പോൾ സോ യു ക്യാൻ ഗോ ത്രൂ ദീസ് മന്ത്സ്. ഞാനത് ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ജനറൽ കേസ് നമ്മൾ ലൈൻ എങ്ങനെയാണ് ഇൻക്ലൈൻഡ്, ഇപ്പോൾ ലൈൻ എ ബി 75 mm ലോങ് ഇൻക്ലൈൻഡ് അറ്റ് 30 degrees ആൻഡ് 30 degrees to HP and 45 degrees to VP. കാരണം റെസ്പെക്റ്റീവ്ലി ഈ ആംഗിൾ തന്നിരിക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ HP എഴുതുമ്പോൾ എച്ചും പിയും രണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ബോൾഡ് ലെറ്റേഴ്സ് എഴുതാൻ നല്ലത്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതാണ് നല്ലത്. VP അതുപോലെ 30 degrees to HP and 40 degrees with VP. And end A is 12 mm above HP and 10 mm in front of VP. End point A യുടെ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് assume that the line is in the first quadrant എന്നുള്ള വിധത്തിൽ. കാരണം end point A is already in the first quadrant. കാരണം എന്താ, end A 12 mm above HP and 10 mm in front of VP. അപ്പോൾ ഓൾറെഡി അത് by the given information end point A is already in the first quadrant. അപ്പം end point B യും അവിടെയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും, തന്നാലും തന്നില്ലെങ്കിലും. തന്നാൽ വെരി ഫൈൻ. ഇനി മറ്റേതെങ്കിലും ക്വാഡ്രന്റ് എന്ന് പറയും. ഇത് കുറേ സ്റ്റെപ്സ് ഒക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതില്ലാതെ തന്നെ യു വിൽ ബി ഇൻ എ പൊസിഷൻ ടു ഡ്രോ. കാരണം XY ലൈൻ വരച്ച് പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നു, A' മാർക്ക് ചെയ്യുന്നു, A മാർക്ക് ചെയ്യുന്നു, അവിടെ 2 ഹൊറിസോണ്ടൽസ് വരയ്ക്കുന്നു, പിന്നെയാണ് ആംഗിൾ എടുക്കുന്നത്. തീറ്റ കൺസ്ട്രക്ട് ചെയ്യുന്ന എവിടെയാണ്? ഫ്രണ്ട് വ്യൂ റീജിയൻ A' റീജിയനിലാണ് തീറ്റ എത്രയത് 30 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൽ ട്രൂ ലെങ്ത് 75 മാർക്ക് ചെയ്യണം. അങ്ങനെ 75 മാർക്ക് ചെയ്തൊരു പോയിന്റ് സേ B1, ഫ്രണ്ട് വ്യൂ റീജിയനിൽ B1 എന്ന് കൊടുക്കാൻ പറ്റില്ല, ഫ്രണ്ട് വ്യൂ റീജിയൻ ആയിട്ട് B1'. എന്നിട്ട് അത് നേരെ താഴേക്ക് നമ്മൾ അവിടെ നിന്ന് അതിന്റെ ടോപ്പ് വ്യൂ ലെങ്ത്, അവിടെ നിന്ന് തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാംഗിളിന്റെ ബേസിൽ നിന്ന് ടോപ്പ് വ്യൂ ലെങ്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പം ഒരു സൈമൾട്ടേനിയസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാണ് ഇവർ. ആ ട്രയാംഗിൾ കിട്ടാതെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 5 ആദ്യം എടുത്തിട്ട് പിന്നെ ബാക്കിയൊക്കെ ചെയ്യുന്നു. ഇപ്പൊ പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ B1' ചെയ്തു, ഇവിടെ ആംഗിൾ 40 ഡിഗ്രി എടുത്തു, അതിലും ട്രൂ ലെങ്ത് ലൈൻ മാർക്ക് ചെയ്തു. ഒരു കാരണവശാലും നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഇത് B1' ആണെങ്കിൽ ഇത് B1 എന്ന് കൊടുക്കരുത്. കാരണം അത് രണ്ടും ഒരേ ഇതിൽ വരണമെന്നില്ല. വരും എപ്പോഴാണെന്നറിയോ? വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 5. അപ്പൊ തീറ്റ 30 ഡിഗ്രി എന്ന് പറഞ്ഞതുപോലെ 5 30 ഡിഗ്രി തന്നെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ B1' എന്ന് പറയുന്നത് ഇങ്ങനെ താഴേക്ക് വരച്ചാൽ ഈ B1 പോകും. ബട്ട് അതർവൈസ് ഈ B1' ഇവിടെ കൊടുക്കുക, അതിന്റെ ഇവിടുത്തെ താഴെ ഇതുവരെ എയിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെയുള്ള പ്രൊജക്ഷൻ B1 എന്ന് കൊടുക്കുക, ഇതിനെ B2 എന്ന് കൊടുക്കുക, B2. എന്നിട്ട് അതിനെ വെർട്ടിക്കലി പ്രൊജക്ട് ചെയ്ത് A'-ലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ കൊണ്ടുവയ്ക്കുമ്പോൾ അത് B2' എന്ന് കൊടുക്കുക. ആൻഡ് യു നോ ദിസ് പ്രൊസീജിയർ ഓൾറെഡി. കാരണം ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ മനസ്സിലിരിക്കുന്ന പിക്ചർ. ആൻഡ് സിംപ്ലി ദാറ്റ് യു ഫോളോ. ലോക്കസ് ഓഫ് B', ലോക്കസ് ഓഫ് B എന്നൊക്കെ പറഞ്ഞ് ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ ഗെറ്റ് ഇറ്റ്. സോ സെയിം പ്രൊസീജിയർ ഈസ് റിപ്പീറ്റഡ്, ദാറ്റ്സ് ഓൾ. പിന്നെ കുറച്ച് പ്രോബ്ലം മറ്റുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ മേക്സ് എവരുടെ നൊട്ടേഷൻസ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ പഠിച്ച ആ കണ്ടീഷൻ നോക്കി. ഇപ്പൊ ഇതുപോലെ ഒന്നും ക്രിയേറ്റ് ചെയ്യരുത്. X ക്യാപിറ്റൽ Y സ്മോൾ ലെറ്റർ. ഓക്കെ, അങ്ങനെ ചെയ്തു വരരുത്. 2 Xഉം Yയും ക്യാപിറ്റൽ. അത് എഴുതുന്ന തന്നെ ബിലോ ദ റെഫറൻസ് ലൈൻ XY ആണ് നല്ലത്. XY ഏതാണ്? ഇന്റർസെക്ഷൻ ഓഫ് ബോത്ത് HP ആൻഡ് VP എന്ന് പറയുമ്പോൾ HP-ക്കും VP-ക്കും കോമൺ ആയിട്ടുള്ള ലൈൻ എന്ന് പറയാം XY. അപ്പൊ ഇതിൽ A' ഇതൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ ഫോളോ ദാറ്റ്. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി ഡിഫിക്കൽറ്റി ഫോർ യു. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ ക്വസ്റ്റ്യനിൽ എടുത്തു പറയാനുള്ള കാര്യം, എനിക്കിപ്പോൾ ഇതിലുള്ള എൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75 മേക്സ് 45 ഡിഗ്രി വിത്ത് VP വൈൽ ദ ഫ്രണ്ട് വ്യൂ മേക്സ് 55 ഡിഗ്രി എന്ന. ഇത് കണ്ടോ, ഈ ആംഗിൾ കണ്ടോ? ലൈൻ 75 mm ലോങ് മേക്സ് 45 ഡിഗ്രീസ് വിത്ത് VP. 45 ഡിഗ്രീസ് വിത്ത് VP വിച്ച് ഇസ് ദിസ് ഇൻക്ലിനേഷൻ? VP ആയിട്ടുള്ള റിയൽ ഇൻക്ലിനേഷൻ ലൈനിൻ്റേത്. അതേതാ? ആംഗിൾ 5. അപ്പൊ അടുത്ത് ഫ്രണ്ട് വ്യൂ മേക്സ് 55 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഫ്രണ്ട് വ്യൂ മേക്സ് 55 ഡിഗ്രി വിത്ത് വാട്ട്? വിത്ത് XY. സോ ഫ്രണ്ട് വ്യൂ മേക്സ് 55 എന്നുള്ളത് റിയൽ ആംഗിൾ അല്ല എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്തോന്നറിയോ, നമുക്ക് ഇങ്ങനെ തോന്നാം ഇത് 45 ഡിഗ്രി VP ആയിട്ടുള്ള ആംഗിൾ, അപ്പൊ മറ്റേത് HP ആയിട്ടുള്ള ആംഗിൾ ആണെങ്കിൽ 45 + 55, സോ ദാറ്റ് ഈസ് 100 ഡിഗ്രി. തീറ്റ പ്ലസ് Y ഈസ് 100. വരുമോ അങ്ങനെ? Never, it's impossible. So the line cannot, such a line cannot exist when theta plus y is greater than 90. Maximum it can be 90. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ആംഗിളും ട്രൂ അല്ല. ഈ 45 ഡിഗ്രി ട്രൂ ആംഗിൾ ആണ് ഓഫ് ദ ലൈൻ വിത്ത് VP, അതായത് ആംഗിൾ 5 ആണ്. പക്ഷേ ഫ്രണ്ട് വ്യൂ മേക്സ് 55 എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ഉണ്ടാക്കുന്ന A', B' ഉണ്ടാക്കുന്ന അപ്പാരന്റ് ആംഗിൾ ആണ്. എന്താ അത്? വാട്ട് ഈസ് ദാറ്റ് ആംഗിൾ? ആൽഫ. സോ അപ്പാരന്റ് ആംഗിൾ അത് ഇത് റിയലുമായിട്ട് ഏതെങ്കിലും ഒരു ആംഗിളുമായിട്ട് കൂട്ടുമ്പോൾ 90ൽ കൂടുതലൊക്കെ വരാം. കാരണം എന്താ വെച്ചാൽ ഒരു ആംഗിളേ റിയൽ ഉള്ളൂ. 2 റിയൽ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 90ൽ കൂടില്ല.
ഓക്കെ, മാക്സിമം വിൽ ബി 90 എന്നുള്ളത് ഓർക്കണം. അപ്പൊ ഇവിടെ ഫ്രണ്ട് വ്യൂ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആകെ അറിയാവുന്ന എന്താണ്, ആംഗിൾ 45 എടുത്തു, ട്രൂ ലെങ്ത് 75 എടുത്തു, B1 എടുത്തു, ഒരു റൈറ്റ് ട്രയാംഗിൾ കംപ്ലീറ്റ് ചെയ്തു. ഈ റൈറ്റ് ട്രയാംഗിളിന്റെ ബേസ് ഇവിടെ നോക്കണം. റൈറ്റ് ട്രയാംഗിളിന്റെ ബേസ് എന്ത് തരും നമുക്ക്? ഫ്രണ്ട് വ്യൂ ലെങ്ത്. കാരണം ഇതെവിടെയാണ് നമ്മൾ വരയ്ക്കുന്നത്? ടോപ്പ് വ്യൂ റീജിയനിലാണ് ആംഗിൾ മാർക്ക് ചെയ്യുന്നത്. സോ ഫൈ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാംഗിളിൽ നിന്ന് ട്രൂ ലെങ്ത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുമ്പോൾ ദ ബേസ് ലെങ്ത് വിൽ ബി റെപ്രസെന്റിങ് ഫ്രണ്ട് വ്യൂ ലെങ്ത്. അത് ഫ്രണ്ട് വ്യൂ റീജിയനിൽ കൊണ്ടുപോയി നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഈ റൈറ്റ് ട്രയാംഗിളും കംപ്ലീറ്റ് ആക്കും. രണ്ട് പർപ്പസ് അപ്പൊ അതിന്നുണ്ട്. എന്തൊക്കെയാ? ഫ്രണ്ട് വ്യൂ ലെങ്ത് കിട്ടി, ട്രൂ ലെങ്ത് ടൈംസ് cos 45, കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 75 ഇൻറ്റു cos 45, 75 ഇൻറ്റു 0.7 എത്രയാണോ അത് അടുപ്പിച്ചാണ് ഈ ഫ്രണ്ട് വ്യൂ ലെങ്ത് ഇവിടെ കിട്ടുന്നത്. ഇനി അതെന്താ ചെയ്യുക? അത് ഇവിടെ ഇത് B1 ആണെങ്കിൽ അതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവയ്ക്കുക. സേ B1 ഡാഷ്. ഇവിടുത്തെ നൊട്ടേഷൻസ് ഒക്കെ മാറും, നമ്മൾ പഠിച്ച ലോജിക്ക് നമ്മൾ വിടണ്ട. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ട് വ്യൂ മേക്സ് 55 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ശരിക്കും എ ഡാഷ് ബി ഡാഷ് XY ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നേരിട്ട് ഇങ്ങനെ തന്നിരിക്കുക. അപ്പൊ നോ ഇഷ്യൂ അറ്റ് ഓൾ. കാരണം എന്താ, ഇവിടെ 55 ഡിഗ്രി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ ആൽഫയാണ്. എ ഡാഷ് ബി ഡാഷ് ആണ് കിട്ടുന്നത്. പക്ഷെ ബി ഡാഷ് ഇവിടെ കിട്ടില്ല, കാരണം ലെങ്ത് അറിയില്ല. ആംഗിൾ അറിയാം. ആംഗിൾ എത്ര? 55. ഇത് ഏത് ആംഗിൾ? റിയൽ ആംഗിൾ അല്ല, ആംഗിൾ തീറ്റ ഒന്നും അല്ല. ദിസ് ആംഗിൾ ഈസ് ഇൻക്ലിനേഷൻ ഓഫ് ഫ്രണ്ട് വ്യൂ വിത്ത് XY, ദാറ്റ് ഈസ് അപ്പാരന്റ് ആംഗിൾ ആൽഫ, ദാറ്റ് ഈസ് 55. ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ അത് വരച്ചിട്ടു. പക്ഷേ ഫ്രണ്ട് വ്യൂ ഇപ്പൊ ബി ഡാഷ് എവിടെ വരണമെന്ന് നമുക്കിപ്പോൾ ഇപ്പൊ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഈ B1 ഇങ്ങനെ വെർട്ടിക്കലി പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ദിസ് മച്ച് വിൽ ബി ദ ഫ്രണ്ട് വ്യൂ ലെങ്ത്. അത് പ്രൊജക്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്നു. ഇനി ഇവിടെ എ ഡാഷ് വരെ എ ഡാഷിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ കൊണ്ടുവച്ചിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? സാറിന് ലോക്കസ് ഉണ്ടെങ്കിൽ, ട്രൂ ലെങ്ത് ഒക്കെ ഉണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇത് നേരിട്ട് അങ്ങ് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇവിടെ കൊണ്ടുവച്ചിട്ട് അതിനെ B1 ഡാഷ് എന്ന് പേര് കൊടുക്കുക. അതിനെ എ ഡാഷ് സെന്റർ ആക്കി വെച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. സീ ദിസ്, ഞാൻ കാണിക്കുന്ന പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ആ കിട്ടുന്ന പോയിന്റ് തന്നെയാണ് ഡെഫിനറ്റ്ലി ബി ഡാഷ്. വൈ? എന്തുകൊണ്ടാണ്? കാരണം ഇത് എ ഡാഷ് ബി ഡാഷാ. എ ഡാഷ് ബി ഡാഷിന്റെ ലെങ്ത് എത്രയാണ് വേണ്ടത്? ഇവിടെ കിട്ടിയ ആ ലെങ്ത് ആണ് വേണ്ടത്. ആ ലെങ്ത് ആണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. എന്താ അത്? എ ഡാഷ് B1 ഡാഷ്. എ ഡാഷ് B1 ഡാഷ് അതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. സി ദിസ്, ഞാൻ പറഞ്ഞത് ഇതാ. ഇപ്പം ശ്രദ്ധിക്കണേ, റൈറ്റ് ട്രയാംഗിൾ കംപ്ലീറ്റ് ആയി. അതിന്റെ ഈ ബേസ് ലെങ്ത് എത്രയാണ്? ഫ്രണ്ട് വ്യൂ ലെങ്ത് ആണ്. അതിനെ പ്രൊജക്ട് ചെയ്തു മുമ്പോട്ട് കൊണ്ടുപോയി. ഈ നൊട്ടേഷൻസ് ഒന്നും ഞാനിപ്പം കാര്യമാക്കുന്നില്ല, നമ്മുടെ നൊട്ടേഷൻസ് യൂസ് ചെയ്താൽ മതി. അത് പ്രൊജക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് B1 ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് ഇതിനെ B1 ഡാഷ് എന്ന് കൊടുത്താൽ മതി. അതിനെ ഇനി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നു. ലോക്കസ് ഒന്നും വേണ്ട, നേരിട്ട് ഈ ഫ്രണ്ട് വ്യൂ ലെങ്ത്. ഇത് എന്തിന്റെ ലെങ്ത് തന്നെയാ? ഫ്രണ്ട് വ്യൂ ലെങ്ത് തന്നെയാണ്. ഇത് നമ്മൾ FVL എന്ന് എഴുതുന്ന LFV എന്ന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ലെങ്ത് ഇൻ ദ ഫ്രണ്ട് വ്യൂ എന്ന് ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്നതാ ലെങ്ത് ഇൻ ദ ഫ്രണ്ട് വ്യൂ. നമ്മൾ എഴുതുന്ന FVL. സോ നമ്മുടെ നൊട്ടേഷൻസ് മതി FVL. സോ FVL കിട്ടിയ സ്ഥിതിക്ക് അത് എ ഡാഷ് ബി ഡാഷിന്റെ ലെങ്ത് തന്നെയാണ്. എ ഡാഷ് ഇവിടെ ഉണ്ട്, ബി ഡാഷ് ഇതിലാണ് വരേണ്ടതെന്ന് അറിയാം. ബി ഡാഷ് ഇതിൽ വരേണ്ടതെന്ന് എങ്ങനെ അറിയാം? കാരണം ഇത് അപ്പാരന്റ് ആംഗിളാ, റിയൽ ആംഗിൾ അല്ല, ട്രൂ ലെങ്ത് ലൈൻ അല്ല. അപ്പൊ നേരിട്ട് തന്നെ ബി ഡാഷ് ഇവിടെ കിട്ടുകയാണ്. അപ്പൊ ഈ ലെങ്ത് എന്ത് ചെയ്താൽ മതി? ഇത്രയും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി. സോ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു നെക്സ്റ്റ്. സീ ദിസ്. അപ്പൊ കിട്ടുന്ന എന്ത് തന്നെയാ? എ ഡാഷ്. അത് തന്നെയാണ് ബി ഡാഷ്. സി, എ ഡാഷ് ബി ഡാഷ് റേഡിയ. ഇനി എങ്ങനെയാ ബി കിട്ടുന്നത്? എങ്ങനെയാ? സിമ്പിൾ. കാരണം എന്താണെന്നറിയോ? ഇവിടെ ബി ഡാഷും ബി ഒരേ പ്രൊജക്ടർ ലൈനിൽ വരണമെന്നറിയാം. ഇവിടെ നിന്ന് നേരെ ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ ഒന്ന് നോക്കണം. ഞാൻ ഈ കാണിക്കുന്നത് പോലെ ബി ഡാഷിൽ നിന്ന് നേരെ ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ലോക്കസ് ഓഫ് ബിയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, വിച്ച് ഇസ് ദാറ്റ് പോയിന്റ്? എന്താ ആ പോയിന്റ്? അത് തന്നെയാണ് ബി. ദെൻ ബി കിട്ടിക്കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ ബിയും ബി ഡാഷും ഒരേ പ്രൊജക്ടർ ലൈനിൽ വരണമെന്ന് നമുക്കറിയാം, ജസ്റ്റ് ലൈക്ക് എ ഡാഷ്. അപ്പൊ ബി ഡാഷ് കിട്ടിയ സ്ഥിതിക്ക് ബിയുടെ ലോക്കസ് ഇവിടെ ഉണ്ട്. അപ്പൊ ബിന്ന് ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ ഇങ്ങനെ വരച്ചാൽ നമുക്ക് ബി കിട്ടും. പിന്നെ എയും ബിയും കൂടെ കണക്ട് ചെയ്താൽ ദ പ്രൊജക്ഷൻ വിൽ ബി ഓവർ. ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ഷൻ അവിടെ തീരും. സി ദിസ്. അവിടെ ഒരു പിന്നെ വേറൊരു കാര്യം കൂടെ, ബി ഡാഷ് കിട്ടിയ സ്ഥിതിക്ക് ട്രൂ ലെങ്ത് ലൈൻ ഇവിടെ ഒരു ട്രൂ ലെങ്ത് ലൈൻ, അല്ലെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ടോപ്പ് വ്യൂ റൊട്ടേറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ ട്രൂ ലെങ്ത് ഇവിടെ 75 എന്ന് അറിയാവുന്നത് കൊണ്ട് അത് നമ്മൾ നേരിട്ട് വേണമെങ്കിൽ എടുത്ത് മാർക്ക് ചെയ്ത് ആംഗിൾ തീറ്റ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ട്രൂ ലെങ്ത് ഇൻ ദ ഫ്രണ്ട് വ്യൂ റീജിയൻ ഗീവ്സ് ആംഗിൾ തീറ്റ, ട്രൂ ലെങ്ത് ഇൻ ദ ടോപ്പ് വ്യൂ റീജിയൻ വിൽ ഗീവ് ആംഗിൾ ഫൈ എന്നുള്ളത്. അതിപ്പോൾ ഓൾറെഡി ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞു. സി ദിസ്. നമ്മൾ പറഞ്ഞ അതേ ലോജിക്ക് ബി ഡാഷിൽ നിന്ന് ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ ലോക്കസ് ഓഫ് ബി വരെ കൊണ്ടുവന്ന് ഈ പോയിന്റ് ഏതാ? അത് തന്നെയാണ് ബി. സോ എയും ബിയും കൂടെ കണക്ട് ചെയ്താൽ പ്രൊജക്ഷൻ റെഡിയാണ്. പക്ഷേ ആംഗിൾ തീറ്റ കണ്ടുപിടിക്കണമെന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സി, എ ബി ഈസ് കംപ്ലീറ്റ്. എ ബി. ഇനി നമുക്ക് ട്രൂ ലെങ്ത് ഒന്നിൽ രണ്ട് വഴിയുണ്ട്. എങ്ങനെയെന്നറിയോ? രണ്ട് വഴി. ആംഗിൾ ഫൈ കിട്ടാനായിട്ട് റിയൽ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് HP. ഇത് റിയൽ അല്ല, ഇത് അപ്പാരന്റ് ഇൻക്ലിനേഷൻ വിത്ത് XY ആണ് ഫ്രണ്ട് വ്യൂവിന്റെ. അപ്പോൾ ഇപ്പോ ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂവിന്റെ ഇൻക്ലിനേഷൻ ആണ് ഇത്രയും വരും, 45 അല്ല, അതിനേക്കാളും കൂടുതലാണ്. അപ്പാരന്റ് ഇൻക്ലിനേഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ട്രൂ ഇൻക്ലിനേഷൻസ്, ബട്ട് അപ്പാരന്റ് ലെങ്ത്, റെഡ്യൂസ്ഡ് ലെങ്ത് എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, ദാറ്റ് വിൽ ബി ലെസ് ദാൻ ദ റിയൽ ലെങ്ത്. ഓക്കെ, സോ അപ്പാരന്റ് ലെങ്ത് വിൽ ബി ലെസ് ദാൻ ദ ട്രൂ
length or actual length of the line, and the apparent inclinations will be greater than the real or true inclinations എന്നുള്ള ഓർക്കണം. ഓക്കെ, സോ ഇവിടെ ആൽഫ, അതായത് ഇൻ അതർ വേർഡ്സ് ആൽഫയും ബീറ്റയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൽഫ എന്നുള്ളത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ തീറ്റ ആൻഡ് ആംഗിൾ ബീറ്റ വിൽ ബി ഗ്രേറ്റർ ദാൻ ഫൈ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പാരന്റ് ഇൻക്ലിനേഷൻസ് ഓഫ് ദ ലൈൻ, I mean front view and top view, that will be greater than the real inclinations of the actual line with HP and VP. അതാണ് തീറ്റയും ഫൈയും. ഓക്കെ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇത്രയും കിട്ടി. ഇനി രണ്ട് വഴി ഉണ്ടെന്ന് പറഞ്ഞത്, എ ബിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് എ കോമ്പസ് ഇവിടെ വെച്ചിട്ട് എ ബി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കാണിക്കുന്നത് നോക്കണേ. എ കോമ്പസ് വെച്ച് ഇത് റൊട്ടേറ്റ് ചെയ്ത് എയിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ കൊണ്ടുവരിക. ആൻഡ് നെയിം ഇറ്റ് സം B2 എന്നെങ്ങാനും കൊടുക്കുക. നേരെ പ്രൊജക്ട് അപ് ടു ദ ലോക്കസ് ഓഫ് B'. ഇവിടെ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ, ഇത് ലോക്കസ് ഓഫ് B'. അപ്പൊ എങ്ങനെയാ പറഞ്ഞ് ശ്രദ്ധിക്കണം. എ ബി എടുത്തു, അത് റൊട്ടേറ്റ് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് കിട്ടി ഏതില്, എയിലൂടെയുള്ള ഹൊറിസോണ്ടലിൽ. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, ഇവിടെ വന്നെന്ന് വിചാരിക്കുക. ആൻഡ് ദാറ്റ് ഈസ് B2. നേരെ പ്രൊജക്ട് ചെയ്തു ലോക്കസ് ഓഫ് B' വരെ, അങ്ങനെ കിട്ടിയത് B2'. ദെൻ ഈ A' ആ B2' കൂടെ കണക്ട് ചെയ്യുക. അതെന്തായിരിക്കും? ട്രൂ ലെങ്ത് തന്നെയായിരിക്കും. നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് 75 mm. ഓട്ടോമാറ്റിക്കലി ദിസ് A' B2' വിൽ ബി 75. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വേണമെങ്കിൽ ഈ 75 നേരിട്ടെടുത്ത് A' വെച്ച് ഈ ലോക്കസ് ലൈനിൽ കട്ട് ചെയ്താലും ഈ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ നേരിട്ട് കിട്ടും. അതായത് ഈ 75 mm ആക്ച്വൽ ലെങ്ത് A' സെന്ററാക്കി വെച്ച് ഈ ലോക്കസ് ലൈനിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ലൈൻ, അത് ട്രൂ ലെങ്ത് ലൈൻ ആണല്ലോ, കാരണം ട്രൂ ലെങ്ത് ആണ് എടുത്തിരിക്കുന്നത്. അതിന്റെ ഇൻക്ലിനേഷൻ വിത്ത് XY അതെന്ത് തന്നെയായിരിക്കും? അത് തന്നെയാണ് ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് HP എന്ന് നമ്മൾ പറയുന്ന തീറ്റ. അപ്പൊ തീറ്റ നേരിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്താലും കിട്ടും എന്നാ ഞാൻ പറഞ്ഞ രണ്ട് ബോത്ത് ദി ഓപ്ഷൻസ്. അതെ, രണ്ട് വഴിക്ക് ചെയ്താലും കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ ലോക്കസ് ഓഫ് B' ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ലൈൻ എന്താ ഇപ്പൊ വരച്ചെന്നറിയോ? ഇവരിത് റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ നേരിട്ട് ഈ 75 അറിയാവുന്നത് കൊണ്ട് അതെടുത്ത് A' വെച്ച് ഇവിടെ കട്ട് ചെയ്താൽ മതി. സേ സം B2' or something else. അപ്പൊ അത് കൊടുക്കുക. ആൻഡ് ഇത് ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത ആ കിട്ടുന്ന ലെങ്ത് എന്ത് തന്നെയായിരിക്കും? ഇവിടെ കിട്ടുന്ന ആംഗിൾ തീറ്റയും ഈ ലെങ്ത് എന്ന് പറഞ്ഞ ടോപ്പ് വ്യൂ ലെങ്ത് തന്നെയായിരിക്കും. അത് നമ്മൾ പ്രൊജക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഈ ബിയിലൂടെ ഇങ്ങനെ കടന്നു പോകും. നമ്മൾ റിവേഴ്സ് പ്രൊസീജിയർ പറഞ്ഞ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. എ ബി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, ഇതിനെ പ്രൊജക്ട് അപ് ടു ദ ലോക്കസ് ഇങ്ങനെ കൊണ്ടുവന്ന ഇവിടെ തന്നെ മീറ്റ് ചെയ്യും. സി ദിസ് അങ്ങനെ 75 എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ നമുക്ക് കിട്ടും. അതിന്റെ ഇവിടുത്തെ ഈ ആ ട്രൂ ലെങ്ത് ലൈനിന്റെ ഈ ഇൻക്ലിനേഷൻ, ദിസ് ഇൻക്ലിനേഷൻ വിൽ ബി തീറ്റ എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. സോ ദിസ് ഇസ് ഇറ്റ്, ട്രൂ ലെങ്ത് ലൈൻ 75 എന്നുള്ളത്. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൗ ദ പ്രൊജക്ഷൻ ഇസ് ഓവർ ആൻഡ് ദിസ് ആംഗിൾ, ഇവിടെ കിട്ടുന്ന ആംഗിൾ നോട്ട് ചെയ്യണേ. ട്രൂ ലെങ്ത് ലൈൻ 75, ദിസ് ആംഗിൾ ഇസ് തീറ്റ. എത്രയാണെന്ന് മെഷർ ചെയ്ത് അത് എഴുതി കൊടുക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം വേറൊരു ഓപ്ഷൻ പറഞ്ഞത്, എ ബി റൊട്ടേറ്റ് ചെയ്ത് പാരലൽ ടു XY ഹൊറിസോണ്ടൽ ആക്കിയിട്ട് അതുപോലെ B2 എന്നെങ്ങാനും ആണെന്ന് വിചാരിക്കുക. ആൻഡ് B1 എന്ന് എന്തായാലും വേണ്ട കേട്ടോ, കാരണം ഇവിടെ B1 ഉള്ളത് കൊണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫെയർ ടു നെയിം ദിസ് ആസ് B1'. ഇതിനല്ല B2' എന്ന് കൊടുത്താൽ മതി. അത് ശ്രദ്ധിക്കണം. ഈ നെയിമിംഗ് പെർഫെക്റ്റ്ലി പക്ക ഇതുപോലെ ഫോളോ ചെയ്യരുത്, നമ്മൾ ചെയ്തതുപോലെ. സോ ഇവിടെ AB അത് റൊട്ടേറ്റ് ചെയ്യുന്നു, ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് B2, അതിന് നേരെ പ്രൊജക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ B2'. സോ അങ്ങനെ കിട്ടുകയാണെങ്കിലും ഈ 75 mm ഓട്ടോമാറ്റിക്കലി കിട്ടും. ആൻഡ് ഇവിടുത്തെ ആംഗിൾ എന്തായാലും ദാറ്റ് ആംഗിൾ വിൽ ബി തീറ്റ. ഓക്കെ, ഇവിടെ 75 എടുത്ത് നേരിട്ട് കട്ട് ചെയ്താലും അത് തന്നെ കിട്ടും. ബിക്കോസ് ഓൾറെഡി ട്രൂ ലെങ്ത് അറിയാം. ട്രൂ ലെങ്ത് ടോപ്പ് വ്യൂ റീജിയനിൽ വരച്ചാലും ഫ്രണ്ട് വ്യൂ റീജിയനിൽ വരച്ചാലും ട്രൂ ലെങ്ത്തിന് മാറ്റമൊന്നുമില്ല. സോ ദ ഇൻക്ലിനേഷൻസ് വിൽ ബി ഡിഫറെന്റ്. ഇൻക്ലിനേഷൻ തീറ്റയും ഫൈയും, അതിപ്പോ ഇൻക്ലിനേഷൻ ചിലപ്പം സെയിം ആകുന്ന ഇൻക്ലിനേഷൻസ് സെയിം ആകുന്ന എപ്പോഴാണെന്നറിയോ? ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും സെയിം ലെങ്ത് ആണെങ്കിൽ, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, അതായത് തീറ്റയും ഫൈയും സെയിം ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവിന്റെയും ടോപ്പ് വ്യൂവിന്റെയും ലെങ്തും സെയിം ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. സോ ദാറ്റ് ഈസ് എ ലോജിക്. അപ്പോൾ ഇനി ഇതുപോലെ ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഇതിലിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട്. സോ ജസ്റ്റ് ഗോ ത്രൂ ദിസ് വൺസ്, എന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലുള്ള നമ്പറിങ് ഞാൻ പറഞ്ഞല്ലോ, ഇതിലുള്ള ലേബലിംഗ് ഓഫ് പോയിന്റ്സ് ആൻഡ് മാർക്കിംഗ് ദി ആക്സിസ് ആൻഡ് ഓൾ, ഇത് അതുപോലെ ഫോളോ ചെയ്യരുത്. കാരണം നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രീവിയസ്ലി നമ്മൾ 3 ലെക്ചർ ആയിട്ടുണ്ട് ഓൾറെഡി പ്രൊജക്ഷൻ ഓഫ് ലൈൻസിന്റെ, അത് തന്നെ ഫോളോ ചെയ്യണം. Okay, so don't follow this one, the labeling points. ആ ഒരു ഇവരുടെ ആ ഒരു ഇപ്പം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു മെത്തഡോളജി നമ്മൾ ഫോളോ ചെയ്യേണ്ട, നെയിമിംഗ് ദ പോയിന്റ്സ് ആൻഡ് ഓൾ. ബട്ട് അതർവൈസ് ദ കൺസ്ട്രക്ഷണൽ ബേസിക്സ്, അതെല്ലാം കൺസ്ട്രക്ഷൻ ബേസിക്സ് വിൽ ബി ദ സെയിം.
വൺ ആൻഡ് ദ സെയിം, ദ കോൺസെപ്റ്റ് ആൻഡ് ഓൾ. അപ്പൊ ഇത് നമുക്ക് ഇവിടെ പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്, യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. നമ്മളുടെ ഇപ്പോൾ എന്നിട്ട് എന്നോട് പറയണം എന്താ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഈ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു. സി വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ കോപ്പി ചെയ്യുന്നതല്ല നമുക്ക് ആവശ്യം, എന്തുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു എന്നുള്ള ലോജിക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വി വിൽ സോൾവ് എനി ക്വസ്റ്റ്യൻ. പക്ഷെ അപ്പൊ ആ ലോജിക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ആ ലോജിക്ക് നമ്മൾ ഓൾറെഡി പഠിച്ച കോൺസെപ്റ്റ്, തമ്പ് റൂൾസ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കണ്ടൻസിൽ നിന്ന് നമുക്ക് നേരിട്ടും കിട്ടും. കാരണം നമ്മൾ പറഞ്ഞു തീറ്റ വി വിൽ മാർക്ക് ഇൻ ദ ഫ്രണ്ട് വ്യൂ റീജിയൻ ആൻഡ് ഫൈ വി വിൽ മാർക്ക് ഇൻ ദ ടോപ്പ് വ്യൂ റീജിയൻ. സി ഇവിടെ ഒരു കണ്ടോ ഒരു ഫ്രണ്ട് വ്യൂ A dash B dash. സി ദാറ്റ് ഈസ് മാർക്ക്ഡ്, ഫ്രണ്ട് വ്യൂ മെഷേഴ്സ് 55 mm എന്നുണ്ട്. സോ A dash B dash അതിന്റെ ആംഗിളും 50 എന്ന് തന്നിട്ടുണ്ട്. ദിസ് 50 ഈസ് നോട്ട് റിയൽ. ദിസ് 50 ഈസ് നോട്ട് റിയൽ. ഈ ലൈൻ ഇൻക്ലൈൻഡ് ആണെങ്കിൽ, കാരണം ലൈൻ ഇൻക്ലൈൻഡ് ആണെന്ന് അറിയാം, കാരണം ഇത് ഒബ്ലിക് ലൈനിന്റെ പ്രൊജക്ഷൻസ് ആണ് തരുന്നത്, അൺലെസ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് അതർവൈസ്. ഈ ഇൻക്ലൈൻഡ് ലൈൻസ് ആണ്. അപ്പൊ ഇൻക്ലൈൻഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് സം ആംഗിൾ വിത്ത് HP ആൻഡ് സം ആംഗിൾ വിത്ത് VP, ലൈക്ക് 30-45 എന്നൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഇതിനു മുമ്പ് പ്രസന്റ് ചെയ്ത എക്സാമ്പിൾസിൽ ഉള്ളതുപോലെ. ഓക്കെ, so that the sum of the real inclinations should be less than 90 എന്നുള്ളതാണ്. എക്സാക്ട്ലി 90 വരെ വരാം. 90 വരുന്ന ലിമിറ്റിംഗ് കേസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ബോത്ത് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ വിൽ ബി ഓൺ ദ സെയിം വെർട്ടിക്കൽ പ്രൊജക്ടർ പെർപെൻഡിക്കുലർ ടു XY whenever theta plus phi is equal to 90 എന്നുള്ള നമ്മൾ പറഞ്ഞു. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഒരേ വെർട്ടിക്കൽ പ്രൊജക്ടറിൽ വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. അപ്പൊ അത് ആ ലെക്ചേഴ്സ് അതിന്റെ ലെക്ചർ വീഡിയോ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് അവൈലബിൾ, യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഈ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ ഈ ടോപ്പിക്ക് നമുക്ക് വിട്ടുകളയരുത്, ആൻഡ് വി ഷുഡ് നോട്ട് ലൂസ് ദിസ് എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. ആൻഡ് അതുകൊണ്ട് ഇത് ഡെഫിനറ്റ് ആയിട്ട് ഈ കേസുകളൊക്കെ കിട്ടും, കാരണം നമ്മളെ ലോജിക്ക് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ കിട്ടും. ഇവിടെ ഇപ്പോൾ ഒബ്ലിക് ലൈനിന്റെ ഒരിക്കലും ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും റെഡ്യൂസ്ഡ് ലെങ്ത്, അതായത് റിയൽ ലെങ്ത്തിനേക്കാളും കുറയും. അപ്പൊ അതുകൊണ്ട് അത് തരുന്ന ഇൻക്ലിനേഷൻ ഒരിക്കലും XY ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ റിയൽ ഇൻക്ലിനേഷൻ ആകില്ല. എപ്പോഴാ പിന്നെ ആകുന്ന? എപ്പോഴാ? ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് തരികയാണ്, വിപിക്ക് പാരലാണ് ഒറിജിനൽ ലൈൻ എങ്കിൽ, അങ്ങനത്തെ കേസിൽ ഫ്രണ്ട് വ്യൂ വിൽ ഗീവ് ദ റിയൽ ഇൻക്ലിനേഷൻ തീറ്റ വിപിക്ക് പാരലൽ. സോ ആംഗിൾ 5 വിൽ ബി 0 ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി പാരലൽ ടു XY എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ ഇന്ന് സ്പെഷ്യൽ ലൈൻസ് നമ്മൾ പറഞ്ഞിരുന്നു. സിംഗിൾ ഇൻക്ലൈൻഡ് ലൈൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു പ്ലെയിനിന് പാരലൽ, മറ്റേ പ്ലെയിനിന് ഇൻക്ലൈൻഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ യു ക്യാൻ കംപ്ലീറ്റ് ഇറ്റ്. ഏതാണ് റിയൽ ആംഗിൾ തന്നിരിക്കുന്നത്? ചില ട്രൂ ലെങ്ത് ആയിരിക്കാം, അപ്പാരന്റ് ലെങ്ത് ആയിരിക്കാം. ഓക്കെ, സോ ജസ്റ്റ് ഗോ ത്രൂ ദിസ് ആൻഡ് ദെൻ ഞാനിപ്പോൾ ഇതും അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സിൻസ് ഇറ്റ് ഈസ് ഡൺ ഫോർ യു. അപ്പോൾ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. പക്ഷേ ഈ ലേബലിംഗ് ദ പോയിന്റ്സ്, മാർക്കിംഗ് നമ്മൾ B1, B1 dash, B2, B2 dash ആൻഡ് അതർ കൈൻഡ് ഓഫ് നൊട്ടേഷൻസ്, അത് നമ്മൾ ചെയ്തത് തന്നെ ഒന്ന് ഫോളോ ചെയ്യണം എന്നുള്ളതേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ഞാൻ ഇനി എന്തിനാ തരുന്നത്? നമ്മൾ ചെയ്തത് തന്നെയാ, നമ്മൾ ഓൾറെഡി ചെയ്ത കേസ് തന്നെയാ. ഇപ്പൊ A dash കൊടുത്തു, AB ആണ് ലൈൻ എങ്കിൽ നമ്മളൊരു A dash കൊടുത്തു, ദെൻ ട്രൂ ലെങ്ത് വരയ്ക്കുന്നു. മേ ബി ഈ B1 dash, B2 dash ഒക്കെ ഇന്റർചേഞ്ചബിൾ ആണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ടോപ്പ് വ്യൂവിന് ഇങ്ങനെ ആയിരിക്കണം, ഫ്രണ്ട് വ്യൂവിന് ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ചെയ്ത ആ നൊട്ടേഷൻസ് അത് നോക്കിയാൽ മതി. ഇവിടെ ഞാൻ ഇത് ഫോളോ ചെയ്തതെന്ന് എന്തുകൊണ്ടാണെന്ന് പറയുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ ഈ കേസിൽ ഇത് കൺസ്ട്രക്ട് ചെയ്ത് അനിമേറ്റ് ചെയ്തവര് ചെയ്തിരിക്കുന്നത് B1 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ B1 dash അതേ ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഒരു കാര്യം ഗ്രാഫിക്സിൽ നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ B1 dash എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ B1 dash ആണ് ഫ്രണ്ട് വ്യൂ എങ്കിൽ B1 മസ്റ്റ് ബി ഇറ്റ്സ് ടോപ്പ് വ്യൂ. അത് രണ്ടും ഒരേ പ്രൊജക്ടറിലായിരിക്കണം. അല്ലാതെ ഇപ്പോൾ ഒരേ ഇതിൽ ഇപ്പോൾ ഒരു പോയിന്റ് B1 dash വേറൊന്ന് B2, അത് രണ്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ കണക്ട് ചെയ്യുമ്പം രണ്ടും ഒരേ പോയിന്റിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ആയിരിക്കണം, ആ വിധത്തിലായിരിക്കണം നമ്മൾ ആ ലോജിക്ക് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ 3 ക്ലാസ്സുകളായിട്ട് നമ്മൾ ചെയ്യുന്ന അതേ നൊട്ടേഷൻസ് ഫോളോ ചെയ്താൽ മതി. ഇവിടെ ഇപ്പം റഫ്ലി മാറി കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. ഒരിടത്ത് B1 dash അതിന്റെ പ്രൊജക്ടർ നേരെ മേളിലെത്തുമ്പോൾ B2 എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അത് യു ഷുഡ് അവോയ്ഡ് ദാറ്റ്. പക്ഷെ ബാക്കിയുള്ള ലോജിക്കൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നതും അതിന്റെ സീക്വൻസും ഒക്കെ എക്സാക്ട്ലി സെയിം തന്നെ. There is no change in that. ഇവിടെ ഇപ്പൊ ഇതാ ഞാൻ പറയാം, ഇതാണ് മിസ്റ്റേക്ക് ഞാൻ പറയാം. സി ദിസ് ഇസ് B1, സി ദിസ് ട്രൂ ലെങ്ത്, ഇവിടുത്തെ B1, ഇവിടുത്തെ ട്രൂ ലെങ്തിന്റെ ഇത് കണ്ടോ B1 dash. സി ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. കാരണം എന്താ, ഈ B1 ഇത് B1 ആണെങ്കിൽ ഇത് B1 dash ആണെങ്കിൽ രണ്ടും ഒരേ പ്രൊജക്ടറിൽ വരണം. അപ്പൊ എന്താ പ്രശ്നം? എന്താ, ഇത് B1 ആണെങ്കിൽ B1 dash എവിടെയാ വരേണ്ടത്? ദിസ് ഇസ് ഇറ്റ്. സി ദിസ് ഇവിടെയാണ് B1 dash. അപ്പൊ ഇതിനെന്താ കൊടുക്കേണ്ടത്? യു ഗീവ് ഇറ്റ് സം B2 dash.
B2 ഡാഷ് എന്ന് കൊടുക്കുക. ഇനി അത് നേരെ പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് എയിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ കൊണ്ടുവരുമ്പോഴോ, ആൻഡ് ദാറ്റ് ഈസ് B2. അങ്ങനെ വേണം ചെയ്യാൻ. അപ്പൊ ഇതാ ഞാൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. ഈ ലേബലിംഗ് നമ്മൾ ഉപയോഗിക്കരുത്. ഇവിടെ ഇഫ് യു യൂസ് B1 ഹിയർ, ദെൻ ഇവിടുത്തെ B1 ഡാഷ് എവിടെയാ? ഇവിടെ. സി ദിസ് ഈസ് B1 ഡാഷ്. ഇനി ഇത് B1 ഡാഷ് അല്ല, ഇത് B2 ഡാഷ് എന്ന് കൊടുക്കുക. എന്തിനാ ഡാഷ് കൊടുക്കുന്നത്? അത് ഫ്രണ്ട് വ്യൂ റീജിയനിലായതുകൊണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ടോപ്പ് വ്യൂയിലൂടെയുള്ള എയിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന മൗസ് വെക്കുന്ന ഈ ഒരു പൊസിഷൻ ഇങ്ങനെ കാണിക്കുമ്പോൾ കിട്ടുന്നത് B2. അതെന്താ B2 എന്ന് വിളിക്കുന്നത്? ഇത് B2 ഡാഷ് ആണെങ്കിൽ ഇവിടെ വരെ വെക്കുന്നത് B2, ബിക്കോസ് B2 B2 ഡാഷ് ഒരേ പ്രൊജക്ടർ ലൈനിൽ വരണം എന്നുള്ളൊരു ലോജിക്കാണ്. പിന്നെ ഓർക്കണം, ഇത് ടോപ്പ് വ്യൂ റീജിയനിലായതുകൊണ്ടാണ് B2 ഡാഷ് ഇല്ലാതെ പറഞ്ഞത്. അങ്ങനെ ആ നെയിമിങ്ങിലും നമ്മൾ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവണം. പെർഫെക്ഷൻ ഇൻ ദ സെൻസ് വാട്ട്? ഫ്രണ്ട് വ്യൂവിന് വിത്ത് ലോവർ കേസ് ലെറ്റേഴ്സ് വിത്ത് റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിൽ ഡാഷ് ഇടുന്ന ആ ഒരു സമ്പ്രദായം ഉണ്ടാവണം. പക്ഷേ ഈ B1 ഡാഷ് എന്നൊക്കെ എഴുതുന്നതും B2 ഡാഷ് B2 എന്നൊക്കെ എഴുതുന്നതും അത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ അല്ല കേട്ടോ. ഫൈനൽ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ AB എന്ന് പറയുന്ന ലൈൻ ആണെങ്കിൽ അത് സ്മോൾ AB ഷുഡ് ബി ദ ടോപ്പ് വ്യൂ ആൻഡ് A ഡാഷ് B ഡാഷ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. ഇതൊക്കെ കാര്യം വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ദ ലൈൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. യുവർ ഫ്രണ്ട് വ്യൂ ഈസ് ടോട്ടലി എബോ XY ആൻഡ് ടോപ്പ് വ്യൂ എന്നുള്ളത് കംപ്ലീറ്റ്ലി ബിലോ XY. ഇതൊക്കെ എളുപ്പമാണ്. പിന്നെ ഇവിടെ ബാക്കി ഞാൻ എഴുതാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിക്കൊള്ളണം. ലോക്കസ് ഓഫ് B ഡാഷ് ഈ ഹൊറിസോണ്ടൽ ലൈനിൽ ഞാൻ തുടക്കത്തിൽ ആദ്യത്തെ ക്ലാസ്സിൽ റൈറ്റ് ട്രയാങ്കിളിന്റെ കൺസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ ആ ലോജിക്കുകളൊക്കെ തലയിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ദെൻ അത് ഓൾട്ടേർഡ് ആവില്ല. അത് ഈ ഒരു ലോജിക് നമുക്ക് പിന്നെ തെറ്റില്ല എന്നുള്ളത്. അപ്പൊ ആ വിധത്തിൽ ഒന്ന് പഠിച്ചെടുത്തേക്കണം. ബാക്കി you will be in a position to solve it. ഇതിപ്പോ മനസ്സിലാക്കി എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. So you will get it. Don't worry about that. True length line ഇവിടെ ആയാലും ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ റീജിയനിലായാലും ടോപ്പ് വ്യൂ റീജിയനിലായാലും രണ്ട് സെയിം ലെങ്ത് ആയിരിക്കും. ഒരു കാര്യമേ ഉള്ളൂ, ഫ്രണ്ട് വ്യൂ റീജിയനിലെ ട്രൂ ലെങ്ത് ലൈൻ ദാറ്റ് വിൽ ഗീവ് ആംഗിൾ തീറ്റ. ടോപ്പ് വ്യൂ റീജിയനിലെ ട്രൂ ലെങ്ത് ലൈൻ ദാറ്റ് വിൽ ഗീവ് യു ആംഗിൾ ഫൈ. അതിപ്പോ എപ്പോഴും എബോവ് XY ബിലോ XY എന്ന് പറയാൻ പറ്റില്ല. കാരണം ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും പൊസിഷൻസ് മാറാം. എപ്പോഴാ? ഇപ്പൊ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും കേസ് വെൻ ദ ലൈൻ ഈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. കാരണം ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ്ലി താഴെ വരും, ടോപ്പ് വ്യൂ കംപ്ലീറ്റ്ലി മേളിൽ വരും. ആൻഡ് അതർ റിലേറ്റഡ് ആംഗിൾസ്, പോയിന്റ്സ് എക്സെട്ര. ഓക്കെ, സോ അങ്ങനെ കിട്ടും. ഇത് വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ആൻഡ് സ്റ്റിൽ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇതൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ നൊട്ടേഷൻസ് XY ഇങ്ങനെ, ആൻഡ് സി ഹിയർ XY ഇസ് വെരി ഡാർക്ക് ആൻഡ് ദിസ് ഷുഡ് നോട്ട് ഹാപ്പൻ. നമ്മൾ തുടക്കത്തിൽ ഞാൻ വരച്ച് കാണിക്കാൻ ശ്രമിച്ച ആ ലോജിക്ക് ഉപയോഗിക്കണം. ഇത് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ജസ്റ്റ് ഒരു റെഫറൻസ് വേണ്ടി മാത്രം ഞാൻ സജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സം റെഫറൻസ് സ്ലൈഡ്സ് ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു. നമ്മുടെ ടൈം ഷോർട്ടേജും ഓരോന്നും വരച്ച് കാണിക്കുന്നതിന് പകരം ഞാനിപ്പം ഇങ്ങനെ തരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീക്വൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്തുകൊണ്ട് വരയ്ക്കുന്നു എന്നുള്ള ഐഡിയ കൂടെ മനസ്സിലാവണം. പക്ഷെ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചതുപോലെ യു ജസ്റ്റ് ഫോളോ ദാറ്റ് ആൻഡ് മേ ബി ആൻ എക്സാമിനർ ഇസ് എക്സ്പെക്റ്റഡ്. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സംതിങ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു സാറ്റിസ്ഫൈ എ ഗ്രാഫിക്സ് എക്സാമിനർ. അതാണ് അങ്ങനെ ഇവാലുവേറ്ററെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പ്ലീസ് ട്രൈ ടു ഫോളോ ദാറ്റ്. അത് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. A ഡാഷ് മാർക്ക് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ദിസ് പോയിന്റ് ഈസ് സം ഡിസ്റ്റൻസ് 10 mm എബോവ് HP ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന ക്വസ്റ്റ്യനിലുണ്ട്. ഇഫ് യു റീഡ് ഔട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഇവിടെ LTV എന്നൊക്കെ എഴുതിയിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണേ. ലെങ്ത് ഇൻ ദ ടോപ്പ് വ്യൂ നമ്മൾ എഴുതുന്ന TVL എന്നായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ ജസ്റ്റ് ഫോളോ ദാറ്റ്. സെയിം ലോജിക് യു ഫോളോ. ആൻഡ് ലൈനിന്റെ ട്രൂ ലെങ്ത്, ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു ഫ്രണ്ട് വ്യൂ റീജിയനിൽ. നാച്ചുറലി ടോപ്പ് വ്യൂ ലെങ്ത് കിട്ടും. പക്ഷേ ഫ്രണ്ട് വ്യൂ റീജിയനിൽ വരച്ചിട്ട് നമ്മൾ ടോപ്പ് വ്യൂ ലെങ്തിലേക്ക് അതിനെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുപോകും. ഈ B1 ഡാഷ് ആണെങ്കിൽ എയിലൂടെ ഒരു ഹൊറിസോണ്ടൽ വരച്ചാൽ അതിൽ കൊണ്ടുവന്ന് വെക്കുന്നതാണ് B1 എന്നുള്ളത്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ട്രൂ ലെങ്ത് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ തിരിച്ച് B2, ദെൻ ടോപ്പ് വ്യൂ അത് ഫ്രണ്ട് വ്യൂ റീജിയനിൽ കൊണ്ടുപോകുമ്പോൾ B2 ഡാഷ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ലോജിക്ക് നമ്മൾ പഠിച്ചതൊക്കെ അതുപോലെ ഫോളോ ചെയ്യുക. ആദ്യത്തെ ക്ലാസ്സുകളുടെ ഈ സീക്വൻസിൽ തന്നെ ചെയ്യുക. ഒരിക്കലും ഈ ഒരു ഓർഡർ തെറ്റി ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്, കുറച്ച് തമ്പ് റൂൾസ് പറഞ്ഞു. അത് ഫോളോ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് നമ്മുടെ തലയിൽ ആ കോൺസെപ്റ്റ് മുഴുവൻ ഇരുന്നിട്ട് വേണം അടുത്ത രണ്ടാമത്തെ ലെക്ചറിൽ കുറച്ച് ഈ സ്റ്റാൻഡേർഡ് നോംസ് വെച്ച് റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ഷൻ, എങ്ങനെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ലെങ്ത് കിട്ടും, ആൻഡ് ഹൗ മെനി പീസസ് ഓഫ് ഇൻഫർമേഷൻ ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്ഷൻ ഓഫ് എ ലൈൻ എന്നൊക്കെ പറഞ്ഞതെല്ലാം ഓർത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ മിഡ് പോയിന്റ് പ്രോബ്ലം, പിന്നെ അതുപോലെ whenever θ + φ = 90 then how the projections will look like എന്നൊക്കെ പറഞ്ഞത് അത് നോക്കണം. അങ്ങനെ സീക്വൻഷ്യൽ ആയിട്ട് ചെയ്താലേ നമുക്ക് ഉപയോഗമുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം ഇനിയുള്ള ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡേറ്റ തരുന്നത് നമുക്ക് എപ്പോഴും ട്രൂ ലെങ്ത് തരും,
ട്രൂ ഇൻക്ലിനേഷൻസ് 2 ഉണ്ടാവും, ഒരു എൻഡ് പോയിന്റിന്റെ ലൊക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ആവണമെന്നില്ല. നമുക്ക് എന്താ ഇതുപോലെ ഷഫിൾ ചെയ്ത് തരും. ഒരു റിയൽ ആംഗിളും തരും, ഒരു അപ്പാരന്റ് ആംഗിളും തരും. കുറച്ച് മുമ്പ് നമ്മളൊരു ആംഗിൾ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയല്ലോ. ദ റിയൽ ആംഗിൾ 45 ഡിഗ്രി, അപ്പാരന്റ് ആംഗിൾ 55 എന്നുള്ളത്. സോ ആംഗിൾ ഫൈ എന്നുള്ളത് 45 ഡിഗ്രി ആൻഡ് ആംഗിൾ തീറ്റ അല്ല 55, ബട്ട് ആംഗിൾ ആൽഫ, അത് അപ്പാരന്റ് ആംഗിൾ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ മാറി ഫ്രണ്ട് വ്യൂവിന്റെയും ടോപ്പ് വ്യൂവിന്റെ ഏതെങ്കിലും ഒരു റിയൽ ആംഗിൾ, ഒരു അപ്പാരന്റ് ആംഗിളും തരിക, ഇങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരു അപ്പാരന്റ് ലെങ്ത്, ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്തോ ടോപ്പ് വ്യൂവിന്റെ ലെങ്തോ ഇങ്ങനെ തരിക, ഇങ്ങനെയൊക്കെ ഉള്ള ഡേറ്റ ഷഫിൾ ചെയ്ത് തരും. ഒരു കണ്ടീഷനേ ഉള്ളൂ, എന്താണ്? നമ്പർ ഓഫ് ഇൻഫർമേഷൻ, ആ പാർട്സ് ഇൻ ദ ക്വസ്റ്റ്യൻ ഡേറ്റ എന്ന് പറയുന്നത്, സോ ദാറ്റ് ഷുഡ് കണ്ടെയ്ൻ 5 ഐറ്റംസ് എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഐ മീൻ, ഐ ഡോണ്ട് തിങ്ക് ദേർ ഈസ് എനി ഡിഫിക്കൽട്ടി. ഈ ഒരു ക്വസ്റ്റിനകത്ത് ഇതിനകത്ത് ആംഗിള്, അപ്പാരന്റ് ആംഗിളും ഇല്ല, നമ്മുടെ ഒറിജിനൽ ആംഗിളും ഇല്ല. ഈ ഒരു കേസിൽ എങ്ങനെയായിരുന്നു അവർ 60 അവർ കട്ട് ചെയ്തേക്കുന്നത്? അതാണ് നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഈ ചെയ്ത ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഈ 75 mm ലോങ് ലൈൻ, ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാനായിട്ട്, റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ എപ്പോഴും നമുക്ക് ഹൈപ്പോട്ന്യൂസും അതിന്റെ ആംഗിളും മാത്രമല്ല നമുക്ക് തരാവുന്നത്. ഹൈപ്പോട്ന്യൂസും ഒരു ബേസ് ലെങ്തും കിട്ടിയാലും മതി. ഹൈപ്പോട്ന്യൂസും ബേസ് ലെങ്തും കിട്ടിയാലും ഈ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നോക്കിയേ, ആംഗിൾ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ മറ്റ് ഇൻഫർമേഷൻ ഉണ്ട്. ടോപ്പ് വ്യൂ ലെങ്ത്, ഫ്രണ്ട് വ്യൂ ലെങ്ത്, അത് രണ്ടും ഉണ്ടെന്നുള്ളതാണ് ഇവിടത്തെ പ്രത്യേകത. കണ്ടോ, 75 mm ലോങ്, ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ മെഷേഴ്സ് 50 mm ആൻഡ് 60 mm. A', B', ABയുടെയും ലെങ്ത് നേരിട്ട് ഇങ്ങ് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാ? നമുക്ക് ഹൈപ്പോട്ന്യൂസ് തന്നു, ആംഗിൾ തന്നാ നമ്മളൊരു ഹൊറിസോണ്ടൽ വരച്ചു, ആംഗിൾ എടുത്തു, ഹൈപ്പോട്ന്യൂസ് മാർക്ക് ചെയ്തു. പക്ഷെ ഇവിടെ ആംഗിൾ ഇല്ല. പകരം എന്ത് ചെയ്യും? എങ്ങനെയാ നമ്മൾ വരയ്ക്കുന്നത്? നമ്മൾ ഈ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് എടുക്കും. ടോപ്പ് വ്യൂ എത്രയാ? ടോപ്പ് വ്യൂ മെഷേഴ്സ് 50 mm and front view measures 50 mm and front view and top view measures 50 mm and 60 mm long respectively. So orderൽ പറയുമ്പോൾ ഫ്രണ്ട് വ്യൂ 50 mm, ടോപ്പ് വ്യൂ 60 mm. അപ്പോൾ 60 mm ആണ് ടോപ്പ് വ്യൂ. ഈ ലൈൻ ഏത് ക്വാഡ്രന്റിലാ? End B is in the first quadrant. അപ്പോൾ അതുകൊണ്ട് തന്നെ we'll assume that end point A is also in the first quadrant. അതിന് കുഴപ്പമില്ല, കാരണം end point A ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് തന്നിട്ടുണ്ട്. End A is 10 mm above HP and 15 mm in front of VP and end B is in the first quadrant. So by the given information, end A is already in the first quadrant and end B is given to be in the first quadrant. So therefore അതുകൊണ്ട് കംപ്ലീറ്റ് ലൈൻ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പൊ എൻ്റയർ A', B' above XY വരും, AB will be below XY. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട് വ്യൂ റീജിയൻ തീറ്റ കിട്ടുന്ന ആ റൈറ്റ് ട്രയാങ്കിൾ വരേണ്ടത് എബവ് XY റീജിയൻ തന്നെയാണ്. അപ്പൊ ആദ്യം ഈ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യുക? എയും A' ലൊക്കേറ്റ് ചെയ്യും. എൻ പോയിന്റ് A 10 mm above XY എടുത്തു, ദെൻ 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP, 15 mm താഴേക്ക് എടുത്തു. എന്തുകൊണ്ട് എടുക്കുന്നു, താഴേക്ക് മേളിലേക്ക് എടുക്കുന്നു എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാനത് ആവർത്തിക്കുന്നില്ല, കാരണം നമുക്കറിയാം ഇൻ ഫ്രണ്ട് ഓഫ് VP, ബിഹൈൻഡ് VP, എബവ് HP, ബിലോ HP എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ആണ് അത്? ടോപ്പ് വ്യൂ ആണോ ഫ്രണ്ട് വ്യൂവിനെ ആണോ ഉദ്ദേശിക്കുന്നത്? എന്ത് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കണം? XYയുടെ എബോ എടുക്കണോ ബിലോ എടുക്കണോ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇൻ ദ ബിഗിനിങ് ലെക്ചർ, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൽ. അപ്പോൾ ഇവിടെ എയും A' കിട്ടി, എന്നിട്ട് അവിടെ 2 ഹൊറിസോണ്ടൽസ് വരച്ചിടുക. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഞാൻ കുറച്ച് ഇതിനെ ബാക്കിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്യുന്ന കണ്ടോ, എയും A' മാർക്ക് ചെയ്തു. എയും ഞാൻ ഒന്ന് നിങ്ങൾ സ്വയം നോക്കിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തത് പെട്ടെന്ന്, കാരണം അടുത്ത ടോപ്പിക്കിലേക്കും പോകാൻ. സോ എ ആൻഡ് A', എയും A' മാർക്ക് ചെയ്തു. 2 ഹൊറിസോണ്ടൽസ് വരയ്ക്കണം. A' ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കണം, എയിലൂടെ ഉള്ള ഒരു ഹൊറിസോണ്ടൽ. ഇവിടെ ഇപ്പൊ എന്തായാലും A' വരച്ചിട്ടുണ്ട്. ഈ ഹൊറിസോണ്ടലിൽ ഏത് ലെങ്താ വരേണ്ടതെന്ന് അറിയാമല്ലോ. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ വേണം, ഫ്രണ്ട് വ്യൂ റീജിയനിൽ റൈറ്റ് ട്രയാങ്കിൾ വേണം. ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത് അറിയാം 75, പക്ഷെ ആംഗിൾ അറിയില്ല. തീറ്റയാണ് ഇവിടെ വരേണ്ടതെന്ന് അറിയാം. പക്ഷേ തീറ്റ കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസ് ലെങ്ത്, ആ ബേസ് ലെങ്ത് തീറ്റ തന്നാൽ ആ ബേസ് ലെങ്ത് കണ്ടുപിടിക്കാം. ഇവിടെ ബേസ് ലെങ്ത് തന്നിട്ടുണ്ട്, എന്നാൽ തീറ്റയും കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് വിചാരിക്കുക, നേരിട്ട് എനിക്ക് തീറ്റ ഒന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കിത് വരയ്ക്കണമെന്ന് അയാൾ തീരുമാനിച്ചാൽ അയാൾക്ക് അതും ചെയ്യാം. അപ്പം നിങ്ങളുടെ കോമൺ സെൻസ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്. ഒരു ക്ലവർ സ്റ്റുഡന്റ് ആണെങ്കിൽ മനസ്സിലാക്കുന്നത് എന്താ, നമ്മൾ പഠിച്ചില്ലേ, ഫ്രണ്ട് വ്യൂ ലെങ്ത് അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ലെങ്ത്, അതും ട്രൂ ലെങ്തും ആക്ച്വൽ ഇൻക്ലിനേഷൻസും ആയിട്ടുള്ള കണക്ഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ക്യാപിറ്റൽ AB cos തീറ്റ ഇസ് ഈക്വൽ ടു ടോപ്പ് വ്യൂ ലെങ്ത്. സോ ടോപ്പ് വ്യൂ ലെങ്ത് ഇവിടെ എത്രയാ? ടോപ്പ് വ്യൂ ലെങ്ത് 60, ആക്ച്വൽ ലെങ്ത് എത്രയാ? 75. സോ 75 into cos theta is equal to 60. What is cos theta? 60 divided by 75. 60 divided by 75 എന്നുള്ളത് കിട്ടും. സോ 4/5. സോ ഇറ്റ് ഈസ് 0.8. സോ cos theta is equal to 0.8 എന്നുള്ളത് കിട്ടും.
അപ്പൊ നമ്മളിപ്പം ഇങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ കേസിൽ 60 ഡിവൈഡഡ് ബൈ 75, ഞാൻ ഇപ്പൊ 12 കൊണ്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ 60 ഡിവൈഡ് ബൈ 70, 60 ഡിവൈഡ് ബൈ 75 ആണ്. ഇപ്പൊ 15 കൊണ്ട് കട്ട് ചെയ്യാം. സോ 4 and 5, ഓക്കെ, 4/5, ദാറ്റ്സ് ഓക്കെ, ഐ തിങ്ക് ഐ എം കറക്റ്റ്. സോ 0.5, സോ 4/5 and 0.8. സോ അപ്പോ cos theta is equal to 0.8 and theta is equal to cos inverse of 0.8. ഇത് ജോമെട്രിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല, ഞാൻ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുന്നതാ. സോ cos theta is equal to 0.8 അല്ലെങ്കിൽ 4/5, 60 ഡിവൈഡഡ് ബൈ 75, സിംപ്ലിഫൈ ചെയ്തു, തീറ്റ കിട്ടി. തീറ്റ എന്നുള്ളത് 36.87 എന്ന് കിട്ടും. 0.8ന്റെ ഒക്കെ ഇറ്റ്സ് എ നോൺ ആംഗിൾ ആക്ച്വലി. സോ cos theta 0.8 വരുന്നത് തീറ്റ 36.87, നിയർലി 37 ഡിഗ്രി വരുമ്പോഴാണ്, 37 ഡിഗ്രിയാ. അപ്പൊ അത് 37 അറിയാമെങ്കിൽ എനിക്കിപ്പോ 37 എടുത്തിട്ട് അതിൽ ട്രൂ ലെങ്ത് എത്രയാ 75 മാർക്ക് ചെയ്താൽ കിട്ടും. പക്ഷേ ഇതിങ്ങനെ ഇവിടെ ഒരു ആംഗിള് തീറ്റ എന്ന് എഴുതി 37 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇത് ജോമെട്രിക്കലി കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷേ ഈ കാൽക്കുലേഷൻ എന്തിനാ? നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ. ഇനി അപ്പൊ തീറ്റ 37 എന്ന് കിട്ടി. ഇനി 37 കിട്ടിയിട്ട് വരയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഇത് പ്രീ ഡിറ്റർമിൻഡ് മാനർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനാ. ഇനി ആംഗിൾ ഫൈയും ഇപ്പൊ ഈ കേസിൽ നിന്ന് ഡയറക്ട്ലി അവൈലബിൾ ആ. കാരണം എന്താ, നോക്കിയേ, ട്രൂ ലെങ്ത് ഈസ് 75 ആൻഡ് ഫ്രണ്ട് വ്യൂ ലെങ്ത് ഈസ് 50. ഫ്രണ്ട് വ്യൂ ലെങ്ത് ഈസ് 50. എന്താ ഫ്രണ്ട് വ്യൂ ലെങ്തും ട്രൂ ലെങ്തും തമ്മിലുള്ള ബന്ധം എന്താ? ട്രൂ ലെങ്ത് ടൈംസ് cos phi. ട്രൂ ലെങ്ത് ടൈംസ് cos phi is equal to ഫ്രണ്ട് വ്യൂ ലെങ്ത്. അല്ലെങ്കിൽ a', b' is equal to capital AB cos phi. And a dash b dash ഇവിടെ എത്ര? 50. 50 is equal to 75 into cos phi. So 75 cos phi is equal to 50. And what is cos phi? 50 divided by 75. 25 കൊണ്ട് കട്ട് ചെയ്താൽ so you will get 2 divided by 3. So it is cos inverse 0.667 എന്നൊക്കെ വരും. So it's an angle greater than around ഒരു 50 ഒക്കെ വരും, 50 ഡിഗ്രി അടുപ്പിച്ചൊക്കെ വരാം. I don't know the exact value, but you can work out. Cos inverse of എത്രയാണ്? Cos inverse of 50 divided by 75. അപ്പോൾ cos inverse of 2 divided by 3. So cos inverse of 0.667. So that value will be around 50, 50 ഡിഗ്രിയോ 49ഓ ഓക്കെ 51ഓ ആ റേഞ്ച് ആണ് എന്തായാലും. So anyway, it's going to be less than 52. ഓക്കെ, സോ അങ്ങനെ ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിൾ കിട്ടിയിട്ട് ഈ രണ്ട് തീറ്റ പ്ലസ് 5 രണ്ടും കൂടെ ആഡ് ചെയ്താൽ, ഒന്ന് 37 മറ്റേത് 50 ആണെങ്കിൽ കൂടി രണ്ടും കൂടെ ആഡ് ചെയ്താൽ തന്നെ എത്ര വരുള്ളൂ? 87 വരുള്ളൂ, 90 ആകുന്നില്ല. സോ ഇതൊരു ലിമിറ്റിംഗ് കേസ് അല്ല. ഞാൻ ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റിന്റെ കാര്യം പറഞ്ഞത്. 50 mm, 60 mm ആൻഡ് 75 mm. കണ്ടോ, ട്രൂ ലെങ്തും ടോപ്പ് വ്യൂ ലെങ്തും ഫ്രണ്ട് വ്യൂ ലെങ്തും ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണെങ്കിൽ, റൈറ്റ് ട്രയാങ്കിളുടെ സൈഡ്സ് ആയിട്ട് വരുന്ന കേസ് ആണെങ്കിൽ തീറ്റ പ്ലസ് 5 is equal to 90 വരുന്ന കേസ് ആണെന്ന് ആദ്യമേ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇനിയിപ്പോ ഇവിടെ നമ്മളിപ്പോ ആംഗിൾ, എനിക്കിതൊന്നും അറിയില്ല. ജോമെട്രിക്കലി ഞാൻ കൈകാര്യം ചെയ്യുന്നത് എയും എ ഡാഷ് ലൊക്കേറ്റ് ചെയ്യുന്നു, ഒരു ഹൊറിസോണ്ടൽ വരച്ചു, ഇവിടെ ടോപ്പ് വ്യൂ ലെങ്ത് വരുന്നതെന്ന് എനിക്കറിയാം. എത്രയാണ് ടോപ്പ് വ്യൂ ലെങ്ത് വരേണ്ടത്? 60. സോ ഇവിടെ നോക്കിയ എ ഡാഷിൽ നിന്ന് ടോപ്പ് വ്യൂ ലെങ്ത്, ഇവരാണെങ്കിൽ LTV എന്ന് എഴുതും, നമ്മളാണെങ്കിൽ TVL എന്ന് എഴുതും, ടോപ്പ് വ്യൂ ലെങ്ത്. സോ എ ഡാഷ് മുതൽ ഇവിടെ ഹൊറിസോണ്ടലിൽ എത്ര മാർക്ക് ചെയ്യും? 60. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു വെർട്ടിക്കൽ ഇങ്ങനെ വരയ്ക്കും. സീ ദിസ് ലൈക്ക് ദിസ്, ഒരു വെർട്ടിക്കൽ വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 75 കോമ്പസിൽ എടുക്കും. 75 കോമ്പസിൽ എടുത്തിട്ട് എ ഡാഷി വെച്ച് അതിനെ കട്ട് ചെയ്യും, ഈ വെർട്ടിക്കലിനെ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം നമുക്ക്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസ് എത്രയായിരിക്കണം? എക്സാക്ട്ലി 60. അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കണം? 75. അപ്പൊ വേറെ ആംഗിളോ? ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് 2 ഡയമെൻഷൻ മതിയെന്നാ. കാരണം ഒരു ആംഗിൾ 90 ആയതുകൊണ്ട്. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ 2 ഡയമെൻഷൻ മതി. ഒന്നിൽ ഹൈപ്പോട്ടന്യൂസും ഒരു ആംഗിളും, അല്ലെങ്കിൽ എന്താണ് ഹൈപ്പോട്ടന്യൂസും ബേസും, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡും ബേസും. ഇങ്ങനെ 2 ഡയമെൻഷൻസ് മതി നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ. ഇവിടെ ഏതൊക്കെയുണ്ട്? ഹൈപ്പോട്ടന്യൂസും ഉണ്ട്, ബേസും ഉണ്ട്. അപ്പൊ ബേസ് വരച്ചു, ഒരു വെർട്ടിക്കൽ വരച്ചു, അതിൽ എ ഡാഷിൽ നിന്ന് ഈ പോയിന്റ് ഉള്ളതുകൊണ്ട് അവിടുന്ന് 75 എടുത്ത് കട്ട് ചെയ്തു. സോ അങ്ങനെ കിട്ടുന്നതാണ് സീ ദിസ് ഫ്രണ്ട് ടോപ്പ്, ഇവിടെ ടോപ്പ് വ്യൂ ലെങ്ത് 75 മാർക്ക് ചെയ്തു. അങ്ങനെയാണ് ഒരു 1 ഡാഷ് എന്നോ എന്തെങ്കിലും ഒരു പോയിന്റ് അവിടെ കണ്ടോ, ഒരു വെർട്ടിക്കൽ വരച്ചു. ഇനി എന്ത് ചെയ്യുന്നു? 75 കോമ്പസിൽ എടുക്കുന്നു. 60 ഏതാണ്? ഹൊറിസോണ്ടലാണ്. 75 എടുത്ത്, കണ്ടോ? അപ്പൊ റൈറ്റ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ഇതെത്രയാ? ബേസ് എത്രയാ? 60. ഇതെത്രയാ? ഇത് ലെങ്ത് ഇൻ ദ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ ഇവിടെ തന്നിട്ടുള്ളതുകൊണ്ടാണ് 60 mm. ഓക്കെ, ദെൻ ഹൈപ്പോട്ടന്യൂസ് ഇസ് ട്രൂ ലെങ്ത് 75. ഓക്കെ, ആൻഡ് നാച്ചുറലി ദിസ് ആംഗിൾ ഈസ് തീറ്റ. ആൻഡ് തീറ്റ എത്ര കിട്ടും? ജോമെട്രിക്കലി വി നോ ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് ഓഫ് ദിസ് 60 by 75. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ്സ് അറൌണ്ട് 37 ഡിഗ്രീസ്. ഓക്കെ, സോ അങ്ങനെ കിട്ടും എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ തീറ്റ നമുക്ക് കിട്ടി. തീറ്റ അവിടെ നിന്ന് മെഷർ ചെയ്ത് എടുക്കണം. എന്നിട്ട് ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദി ആൻസർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ? ഇനി അതുപോലെ റിവേഴ്സ് കൺസ്ട്രക്ഷൻ. നോക്കിയേ, റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടത്തെ കിട്ടി,
അവിടുത്തെ കിട്ടി എ ഡാഷ്, ഇതെന്താണ് B1 ഡാഷ്. അതിനെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഇവിടെ ഇതുവരെ എയിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ കൊണ്ടുവച്ചാൽ അതാണ് B1. അത് ഏത് ലെങ്ത്? ടോപ്പ് വ്യൂ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ റൈറ്റ് ട്രയാങ്കിളിന് 2 ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞല്ലോ. തീറ്റ കിട്ടി, ദെൻ ഇവിടെ ടോപ്പ് വ്യൂ ലെങ്ത് ആദ്യമേ ഉള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത്. അല്ലെങ്കിൽ തീറ്റയാണ് നമുക്ക് നോണെങ്കിൽ നമ്മൾ പറയും ടോപ്പ് വ്യൂ ലെങ്ത് കിട്ടിയെന്ന്. ഇവിടെ ടോപ്പ് വ്യൂ ലെങ്ത് അറിയാവുന്നതുകൊണ്ട് തീറ്റയും കിട്ടി, ഇവിടെ ലോക്കസ് ലൈനും കിട്ടി. എന്ത് ലോക്കസാ? ലോക്കസ് ഓഫ് B ഡാഷ്. എ ഡാഷ് ഇന്നലെ തുടങ്ങിയത്, അപ്പൊ ലോക്കസ് ഓഫ് B ഡാഷും കിട്ടി. ഇനി എന്താ വേണ്ടത്? അടുത്ത റിവേഴ്സ് കൺസ്ട്രക്ഷൻ. ടോപ്പ് വ്യൂ പറഞ്ഞതുപോലെ ഫ്രണ്ട് വ്യൂ ലെങ്ത് ഈസ് ഓൾസോ ഗിവൺ, ദാറ്റ് ഈസ് 50 mm. സോ 50 mm ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇവിടുത്തെ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് അത് ഞാൻ ആംഗിൾ ഒക്കെ പറഞ്ഞു നിങ്ങളോട്. സോ 50 mm എടുത്തു. അവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ 50 ഇതിൽ ഹൊറിസോണ്ടലി മാർക്ക് ചെയ്യുന്നു, എ കൂടെ ഉള്ളത്. അവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ ഇങ്ങനെ താഴേക്ക് വരയ്ക്കുന്നു. ശരിക്കും ഓർക്കണം, ടോപ്പ് വ്യൂ റീജിയൻ എന്ന് പറയുന്നത്, ടോപ്പ് വ്യൂ റീജിയൻ കിട്ടുന്നത് മുകളിലാണ്. അപ്പൊ സോറി, ടോപ്പ് വ്യൂ റീജിയൻ എന്ന് പറയുന്നത് താഴെ കിട്ടേണ്ടത് ടോപ്പ് വ്യൂ ലെങ്ത് മേളിൽ കിട്ടണം എന്നുള്ളത് നമ്മളെ ലോജിക്കൽ തിരിച്ചാ കിടക്കുന്നത് എന്നുള്ള ഓർക്കണം. അതായത് തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിൾ വരേണ്ടത് ഫ്രണ്ട് വ്യൂ റീജിയൻ, അവിടെ കിട്ടുന്നത് ടോപ്പ് വ്യൂ ലെങ്ത്, അവിടെ നിന്ന് പ്രൊജക്ട് ചെയ്ത് എന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് ഏതാ? ഫ്രണ്ട് വ്യൂ ലെങ്ത് 50 mm മാർക്ക് ചെയ്തു. അവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അവിടെ നിന്ന് നമ്മളൊരു ഇവിടെ എത്രയാ ഇത്? ഈ ഡിസ്റ്റൻസ് എത്രയാ? 50. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്രണ്ട് വ്യൂ ലെങ്ത് 50 എടുത്തു, അവിടെ ഒരു വെർട്ടിക്കൽ വരയ്ക്കുന്നു. അതിന് 1 എന്ന് പറഞ്ഞൊരു പോയിന്റ് അങ്ങ് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ റെഫറൻസിന് വേണ്ടി. സീത ഒരു വെർട്ടിക്കൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇത് എ ഡാഷിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ കൊണ്ടുവയ്ക്കാം. കാരണം ഇവിടെ നിന്നുള്ള ആ ഫ്രണ്ട് വ്യൂ ലെങ്ത് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കേണ്ടതുണ്ടല്ലോ നമുക്ക്. ആൻഡ് ഇനി എന്താ ചെയ്യുന്നത്? ഈ വെർട്ടിക്കലില് ഇവിടുത്തെ ട്രൂ ലെങ്ത് എത്ര? ഇവിടെയും ഹൈപ്പോട്ടന്യൂസ് എത്രയാ? രണ്ടിടത്തും ഹൈപ്പോട്ടന്യൂസ് കോമൺ ആ. കാരണം എന്താ? ട്രൂ ലെങ്ത് ഈസ് ദ സെയിം. സോ ട്രൂ ലെങ്ത്, വാട്ട് ഈസ് ദ ട്രൂ ലെങ്ത്? 75. പിന്നെ ഏതിനാ വ്യത്യാസം? ഈ ടോപ്പ് വ്യൂ ലെങ്തിനും ഫ്രണ്ട് വ്യൂ ലെങ്തിനും ആൻഡ് കറസ്പോണ്ടിംഗ്ലി തീറ്റയ്ക്കും ഫൈക്കും മാറ്റമുണ്ട്. ട്രൂ ലെങ്ത് വിൽ റിമെയിൻ ദ സെയിം. ഇവിടെ 75 എടുത്തതുപോലെ ഇവിടെയും 75 എടുക്കണം. എന്ന് 75 എടുത്ത് ഇതിനെ കട്ട് ചെയ്യുക. ഈ വെർട്ടിക്കല്, ഈ 1ലൂടെയുള്ള വെർട്ടിക്കല് അതെങ്ങനെയാ കിട്ടിയേ? ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ ലെങ്ത് 50 mm മാർക്ക് ചെയ്തിട്ടാ. ഫ്രണ്ട് വ്യൂ ലെങ്ത് മുകളിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിലും റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസ് ആയിട്ട് കിട്ടേണ്ടത് ടോപ്പ് വ്യൂ റീജിയനിലാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, സോ ദെൻ വാട്ട് നെക്സ്റ്റ്? ഇതെടുത്തു B1 എന്നൊക്കെ മാറി. പക്ഷെ ഇതാണ് മിസ്മാച്ച് എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ B1 ഡാഷ് ആണെങ്കിൽ അതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് എയിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ കൊണ്ടുവയ്ക്കുന്നില്ലേ, അതിനെ B1 എന്ന് കൊടുക്കുക. ഇതിനെ നിങ്ങൾ B2 എന്നേ കൊടുക്കാവൂ. അതാണ് ലോജിക്കില് ഞാൻ പറഞ്ഞത്. ഇത് B2 എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിൾ ഇതെത്രയാ? ഈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 75 ആണ്. ട്രൂ ലെങ്ത് ആണ്. ഈ ആംഗിൾ എത്രയാ? 5 ആണ്. ആക്ച്വൽ ആംഗിൾ നമുക്ക് അങ്ങ് നേരിട്ട് കിട്ടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അറൌണ്ട് 50 ഓർ സംതിങ്. സോ കോസ് ഇൻവേഴ്സ് 2/3 എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, 0.667 എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ ട്രൂ ലെങ്ത് ഇത് കിട്ടി. ദെൻ അവിടെ ലോക്കസ് ലൈൻ വരച്ചിട്ടു. ലോക്കസ് ഓഫ് B അതിലാണ് വരേണ്ടത്. ഇനി ഈ ഡിസ്റ്റൻസ് ഇവിടെ താഴേക്ക് കൊണ്ടുവന്ന് ഇവിടെ B1 ഡാഷ്, ഇത് B1 എയിൽ വെച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതിൽ മീറ്റ് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. ഇത് ലോക്കസ് ഓഫ് B ആണ്. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഈ B കിട്ടിക്കഴിഞ്ഞാൽ AB കണക്ട് ചെയ്യുകയും ചെയ്യാം. B വെർട്ടിക്കലി പ്രൊജക്ട് ചെയ്ത് ഈ ലോക്കസ് ഓഫ് B ഡാഷിൽ മീറ്റ് ചെയ്യിപ്പിച്ച B ഡാഷ് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഇവിടെ A ഡാഷ് B ഡാഷ് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് ഉണ്ട്. ഫ്രണ്ട് വ്യൂ ലെങ്ത് ഇത് B1 B2 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനെ പ്രൊജക്ട് ചെയ്ത് ഇത് A ഡാഷിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ കൊണ്ടുവയ്ക്കുക. അതിനെ B2 എന്ന് അങ്ങനെ വിളിക്കുക. B2 എന്നല്ല, B2 ഡാഷ് എന്ന് വിളിക്കുക. അതെന്താ B2 ഡാഷ് എന്ന്? ഫ്രണ്ട് വ്യൂ റീജിയൻ ആയതുകൊണ്ട്. ദെൻ അതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതിൽ കട്ട് ചെയ്യിപ്പിച്ചാൽ മതി. എന്തായാലും ഇവിടെ കട്ട് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്താലും നേരിട്ട് ഒന്ന് കിട്ടിയിട്ട് നേരിട്ട് അടുത്തതിന്റെ ലോക്കസിലോട്ട് വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചാലും കിട്ടും. ഇതിലെല്ലാം മാച്ച് ചെയ്യണം, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാ. അപ്പം ശരിക്കും പറഞ്ഞാൽ ആംഗിൾ തന്നിട്ട് ടോപ്പ് വ്യൂ ലെങ്ത്, ട്രൂ ഇൻക്ലിനേഷൻസ് തന്നിട്ട് ഫ്രണ്ട് വ്യൂ ലെങ്തും ടോപ്പ് വ്യൂ ലെങ്തും കണ്ടുപിടിച്ച് മാർക്ക് ചെയ്ത് റൈറ്റ് ട്രയാങ്കിൾ ഒക്കെ വരച്ച് മാർക്ക് ചെയ്യുന്നത് ഓർഡിനറി കേസ്. അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ആക്കുക എന്ന് വെച്ചാൽ ആംഗിൾ തരുന്നില്ല, പകരം ഫ്രണ്ട് വ്യൂ ലെങ്തും ടോപ്പ് വ്യൂ ലെങ്തും നേരിട്ടിങ്ങ് തരും. അപ്പോൾ ഇതുപോലെ ഇംപ്രവൈസ് ചെയ്ത് തീറ്റയും ഫൈയും നമ്മൾ ഏത് റീജിയനിൽ മാർക്ക് ചെയ്യുന്നുള്ള ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ അബദ്ധത്തില് ഞാൻ ഇത് ഫ്രണ്ട് വ്യൂ റീജിയൻ ഇതല്ലേ, അപ്പൊ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇത് ട്രൂ ലെങ്തും വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ആംഗിള് തീറ്റ അല്ല. അപ്പൊ അത് തെറ്റും. അത് പ്രത്യേകം ഓർക്കണം. അതായത് തീറ്റ വരുന്ന റൈറ്റ് ട്രയാങ്കിള് ഫ്രണ്ട് വ്യൂ റീജിയനിലാണെന്നും അതിന്റെ ബേസ് അവിടെയാണ് ടോപ്പ് വ്യൂ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടതെന്നും, ഫ്രണ്ട് വ്യൂ റീജിയനിൽ ടോപ്പ് വ്യൂ ലെങ്ത് ഹൊറിസോണ്ടൽ ആയിട്ട് കിട്ടണം, എന്നിട്ട് വേണം അതിനെ പ്രൊജക്ട് ചെയ്ത് ടോപ്പ് വ്യൂ റീജിയനിൽ കൊണ്ടുവരാൻ. അങ്ങനെ മനസ്സിലാക്കി എടുക്കണം. അതിനുവേണ്ടാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ് ഒക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തൊക്കെ പറഞ്ഞത്. ഈ ലോജിക്ക് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺസെപ്റ്റ് വൈസ് കോമൺ സെൻസ് കൊണ്ട് എല്ലാവർക്കും പിടികിട്ടും. അതിനൊന്നും യാതൊരു സംശയമില്ല. പിന്നെ ഇതിൽ ഈ ലോജിക്ക് B1 എന്ന് ഇവിടെ മാർക്ക് ചെയ്ത് മാത്രം മാറ്റണം. ഇത് B1 ഡാഷ് ആണെങ്കിൽ ഇതിനെ പ്രൊജക്ട് ചെയ്ത് എയിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ കൊണ്ടുവയ്ക്കുന്നത് B1 എന്നും, ദെൻ ഇത് B2 എന്ന് കൊടുക്കുക. ആ B2വിനെ ഇങ്ങനെ
പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ എ ഡാഷിലൂടെയുള്ള ഹൊറിസോണ്ടൽ വരെ ഈ പോയിന്റിന് B2 ഡാഷ് എന്ന് കൊടുക്കുക. ഇതിനെ എന്താ വിളിക്കുക? ലോക്കസ് ഓഫ് B ഡാഷ്. ഇവിടെ എന്താ വിളിക്കുക? ലോക്കസ് ഓഫ് B. എന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദർ ഇസ് എനി ഡിഫിക്കൽട്ടി. പക്ഷേ ഇത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു പ്രോബ്ലം ഇങ്ങനെ തന്നിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ ലെങ്ത്തും ടോപ്പ് വ്യൂ ലെങ്ത്തും തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. ഞാൻ 60, 80, 100 തന്നെ. 60 millimeters, 80 millimeters, 100 millimeters, front view, top view and true length. പക്ഷെ ഇവിടെ എന്താ? front view 50, top view 60 and true length 75. ഞാൻ തന്നത് ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആയിരുന്നു. അതായത് sum of the squares of the two smaller dimensions is equal to the greatest one. അപ്പൊ അത് എങ്ങനെയുള്ളതായിരുന്നു? θ + φ 90 വരുന്ന വിധത്തിലാണ് ഞാൻ അത് തന്നത്. അപ്പൊ ശരിക്കും ഞാൻ ഡയമെൻഷൻ തന്നത് ഈ വിധത്തിലാണ്. ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ളത്. അതുപോലെ മറ്റൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. സോ യു ജസ്റ്റ് ട്രൈ ദിസ് വൺ ഓൺ യുവർ ഓൺ. എന്നിട്ട് എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദിസ് ഈസ് ഷോൺ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൈ ഡു യു ഡു ദിസ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? ജസ്റ്റ് തിങ്ക് ഓവർ ഇറ്റ് ആൻഡ് ദെൻ വി വിൽ ട്രൈ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ ആ ലോജിക്ക് പൂർണ്ണമാവുള്ളൂ. ആൻഡ് ദിസ് ഈസ് എ വെരി സ്പെഷ്യൽ ക്വസ്റ്റ്യൻ. വെരി സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് ഇത് ഇതിന്റെ റിവേഴ്സ് ഓറിയന്റേഷനിൽ കിടക്കുക. നമ്മൾ സാധാരണഗതിയിൽ ഇതിന് മുമ്പുള്ള ചോദ്യങ്ങളൊക്കെ ഒരു പ്രൊജക്ഷൻ ഇങ്ങനെയാണെങ്കിൽ മറ്റേ പ്രൊജക്ഷൻ താഴേക്ക് കിടക്കുന്നതായിട്ടാണ്. ഇതാണെങ്കിൽ അങ്ങനെയല്ല. ഈ ഡിസ്റ്റൻസ് തന്നിരിക്കുന്ന വിധത്തിൽ അല്പം മാറ്റമുണ്ട്. അപ്പം ഇതിന്റെ ലൊക്കേഷൻ ഇത് കിടക്കുന്നത് വേറൊരു ഓറിയന്റേഷനിലാണ്. പക്ഷെ നമ്മൾ പഠിച്ച ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ട്രയാങ്കിൾ താഴേക്ക് വരയ്ക്കുന്നതിന് പകരം മുകളിലേക്കും ആകാം എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുന്ന ഒരു ചോദ്യമാണിത്. ജസ്റ്റ് മേക്ക് ആൻ അറ്റംപ്റ്റ്. ഞാൻ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഫീഡിങ് പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് പോരും. അപ്പം ഒരു തവണയെങ്കിലും ചിന്തിച്ചാൽ ഡെഫിനറ്റ്ലി അത് കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് വെരി ഫൈൻ. ഇപ്പം സ്വന്തമായിട്ട് ഇപ്പം ഇതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിച്ചു, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് വേ ഓഫ് ഗെറ്റിംഗ് ഇറ്റ്. അപ്പോൾ ഇനി കോൺസെപ്റ്റ് ഒരു രക്ഷയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ മെത്തേഡ് പറയും. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഫീഡിങ് പോലെ ആകാതിരിക്കാനാണ് എല്ലാ കേസും. നമ്മൾ ആവശ്യമുള്ള സ്പൂൺ ഫീഡിങ് ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഡ്രോയിങ് കൺവെൻഷൻ എങ്ങനെയാണ്, ഈ ഒരു കോൺസെപ്റ്റ് എന്തോ ആണ് എന്നുള്ളത് പറഞ്ഞു. ആൻഡ് ദ മോസ്റ്റ് വെരി സിമ്പിൾ ഫോമാറ്റിൽ ഞാനത് പറയാൻ ശ്രമിച്ചിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം നമ്പർ 5 ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരുന്നു. ജസ്റ്റ് മേക്ക് ആൻ അറ്റംപ്റ്റ്. കാരണം ഇതൊരു ഓറിയന്റേഷൻ ഒരു ഒറ്റ പ്രത്യേകതയേ ഉള്ളൂ. C ഡാഷ് D ഡാഷ് ഇങ്ങനെയും CD സാധാരണ ഈ താഴേക്കാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. താഴേക്കെന്ന് പറഞ്ഞാൽ എങ്ങനെ? D എന്ന് പറയുന്ന പോയിന്റ് ഫാർദർ അവേ. ഇപ്പൊ ഇതുപോലെ D ഡാഷ് മേളിലോട്ട് കിടക്കുന്നു, ഇതിങ്ങനെ താഴേക്ക്. ഇതിപ്പോ CD എന്നുള്ളത് C എവേ ഫ്രം XYയും D എന്നുള്ളത് നിയർ ടു XY. നമ്മൾ ഇതുവരെ ചെയ്തൊക്കെ റിവേഴ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ പറയുന്നത് ഇങ്ങനെ കിടക്കട്ടെ. അപ്പൊ ഇങ്ങനെയും നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒന്നും തന്നെ HT/VTയുടെ സംഭവം ഇല്ല. അപ്പൊ ഈ കേസിലൊക്കെ HT/VT നമ്മളോട് ആവശ്യപ്പെട്ടാൽ യു ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു കംപ്ലീറ്റ് ഇറ്റ്. കാരണം ഹൊറിസോണ്ടൽ ട്രേസ് ആൻഡ് വെർട്ടിക്കൽ ട്രേസ്. ഇനി ഇതിൽ എനിക്ക് ആഡ് ചെയ്യേണ്ട ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. 1 entities ഓൺ HP ആൻഡ് അതർ entities ഇൻ VP എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ എൻ പോയിന്റിന്റെ ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി തരാതെ 1 entities ഇൻ HP ആൻഡ് അതർ entities ഇൻ VP എന്നൊക്കെ പറഞ്ഞിട്ട് പാർഷ്യൽ ഇൻഫർമേഷൻ തരിക. അതൊരു തരം ഒരു ചെറിയൊരു ലോജിക്കോട് കൂടി നമ്മൾ കംപ്ലീറ്റ് ആക്കും. ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ലൈൻ AB 100 mm ലോങ്, ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 30 degrees വിത്ത് HP ആൻഡ് 45 degrees വിത്ത് VP. ആൻഡ് അതുവരെ ക്വസ്റ്റ്യൻ ഈസ് പ്രിറ്റി ഓർഡിനറി. ക്വസ്റ്റ്യന് ഒരു വ്യത്യാസമില്ല. നമ്മൾ പഠിച്ചതൊക്കെ തന്നെ നമുക്കറിയാം. 100 mm ലോങ് ആണ്, തീറ്റ അറിയാം, ആംഗിൾ 5 അറിയാം. ടോപ്പ് വ്യൂ ലെങ്ത് പക്ക നമുക്കിപ്പോൾ അറിയാം. ആംഗിൾ 100 cos 30 സംതിങ് അറൌണ്ട് 87 mm ആൻഡ് 100 cos 45 ആംഗിൾ 5 എന്നുള്ളത് 45 ഡിഗ്രിയാണ്. സോ 100 cos 45 സോ ഇറ്റ്സ് അറൌണ്ട് 71 mm. സോ ടോപ്പ് വ്യൂ ലെങ്ത് ഫ്രണ്ട് വ്യൂ ലെങ്ത് പക്ക നമുക്കറിയാം. റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്താണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാം. പക്ഷേ ഈ റൈറ്റ് ട്രയാങ്കിൾ ഏത് റീജിയനിൽ കൺസ്ട്രക്ട് ചെയ്യും? തീറ്റ ഇൻവോൾവ് ചെയ്യുന്ന റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ലെങ്ത് കിട്ടുന്ന ആ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ ഫ്രണ്ട് വ്യൂ റീജിയനിലും പിന്നെ ഫ്രണ്ട് വ്യൂ കിട്ടുന്ന റൈറ്റ് ട്രയാങ്കിൾ, അതായത് ആംഗിൾ 5 ഉൾപ്പെടുന്ന റൈറ്റ് ട്രയാങ്കിൾ അത് ടോപ്പ് വ്യൂ റീജിയനിലും വരയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ ലോജിക്ക്. അപ്പൊ അതിന് ഒരു പ്രശ്നമുള്ളത്, ഒരു എൻ പോയിന്റിന്റെ ലൊക്കേഷൻ, എൻ പോയിന്റ് A ഈസ് സം 15 mm above HP, 20 mm in front of VP എന്നൊക്കെ തന്ന ക്വസ്റ്റ്യൻ ഈസ് വെരി മച്ച് ഓർഡിനറി. നോ കൺഫ്യൂഷൻ ഇൻ ദാറ്റ്. പക്ഷേ അത് അവരെന്താ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ സെറ്റേഴ്സ് ഈ A എന്ന് പറയുന്ന ഒരു എൻ പോയിന്റ് AB ആണ് ലൈനെങ്കിൽ ആംഗിൾ തീറ്റയുണ്ട്, ആംഗിൾ 5 ഉണ്ട്, ട്രൂ ലെങ്ത് ഉണ്ട്. പക്ഷേ എൻ പോയിന്റ് എയുടെ ഇൻഫർമേഷൻ പോയിന്റ് A ഈസ് ഓൺ HP, പോയിന്റ് A HP-യിലാണ് ആൻഡ് പോയിന്റ് B ഈസ് ഇൻ VP. ഒരു എൻ പോയിന്റിന്റെ പകുതി ഇൻഫർമേഷൻ മറ്റേ എൻ പോയിന്റിന്റെയും പകുതി ഇൻഫർമേഷൻ. സോ പാർഷ്യൽ ഇൻഫർമേഷൻ തരുമ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കേസും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഓക്കെ.
ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഞാൻ ഒന്നും വായിക്കുന്നില്ല, ബിക്കോസ് വി നോ ഇറ്റ്. എന്തോ ആണ് അതിന്റെ കുറച്ച് റിലേഷൻസ് കാര്യങ്ങൾ. ആദ്യത്തെ വലിയ ബുദ്ധിമുട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഐസോമെട്രിക് ആക്സസ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഒക്കെ മാർക്ക് ചെയ്യുന്നതും ഒക്കെ അത് കാണിച്ചിട്ടുണ്ട്. ഐസോമെട്രിക് സ്കെയിൽ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 30 ഡിഗ്രി 45 ഡിഗ്രി അങ്ങനെ അതിൻ്റെയൊക്കെ ഉള്ള ഒരു ഐസോമെട്രിക് വ്യൂ എന്ന് പറയുമ്പം ഇത്രയും സൈസ് ഉണ്ടെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഇത്രയേ ഉള്ളൂ. റെഡ്യൂസ്ഡ് ഡയമെൻഷൻസിൽ എന്ന് വെച്ചാൽ വോളിയം വൈസ് പോലും ഈ ഒറിജിനൽ സോളിഡിന്റെ 54% ആയിട്ട് മാറും ഐസോമെട്രിക് പ്രൊജക്ഷൻ, അതായത് ഐസോമെട്രിക് സ്കെയിൽ റെഡ്യൂസ്ഡ് സ്കെയിലിൽ വരയ്ക്കുമ്പം എന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ലോജിക്കുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ എന്നുള്ളത് പാരലലോഗ്രാം ആവും. അത് തന്നെ അതിന്റെ ഐസോമെട്രിക് പ്ലെയിൻസ് എങ്ങനെയാണെന്നുള്ളത്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ട്രയാങ്കിൾ ഇങ്ങനെയുള്ളത്, ഈ ട്രയാങ്കിൾ തന്നെ എങ്ങനെയായിട്ട് ഐസോമെട്രിക് പ്ലെയിനിലോട്ട് കയറുമ്പം വെർട്ടിക്കൽ ആണെങ്കിൽ ഇങ്ങനെയായിട്ട് മാറും, അതേ ട്രയാങ്കിൾ ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഇങ്ങനെയായിട്ട് മാറും. എന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ ഇവിടെ പാരലലോഗ്രാം ആയി, അതിനുള്ളിലേക്ക് ഈ ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിനെ എങ്ങനെ ഇൻസ്ക്രൈബ് ചെയ്തെടുക്കുന്നു, ഇത് വെർട്ടിക്കൽ ഐസോമെട്രിക് പ്ലെയിൻ എന്ന് പറയും. ഇതെന്താ ഹൊറിസോണ്ടൽ ഐസോമെട്രിക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ ഐസോമെട്രിക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആ ഐസോമെട്രിക് പ്ലെയിൻ നമ്മൾ ഈ പാരലലോഗ്രാം ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ റോംബസ് ആകാം, അത് 30 ഡിഗ്രി സൈഡ്സ് മാത്രമേ ഉള്ളൂ. ഇനി വെർട്ടിക്കൽ പ്ലെയിൻ, ഐസോമെട്രിക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണം 30 ഡിഗ്രി, and the other two will be vertical. ഇതിന് മറ്റൊരു ഓറിയന്റേഷൻ ഉണ്ട്. റൈറ്റ് വേർഡ് പോകുന്നത് പോലെ ലെഫ്റ്റ് വേർഡും പോകാം എന്നൊക്കെ ഉള്ളത്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പെന്റഗൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? പെന്റഗണൽ പ്ലെയിൻ ഐസോമെട്രിക് പ്ലെയിനിലേക്ക് മാറ്റുമ്പോൾ ഒരു ഇതേപോലെ, വെർട്ടിക്കൽ ആണെങ്കിൽ ഇതേപോലെ വരച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റുന്നത്. അതുപോലെ ഹൊറിസോണ്ടൽ ഐസോമെട്രിക് പ്ലെയിൻ ആണെങ്കിൽ റെക്റ്റാങ്കിൾ വരച്ചിട്ട്, അത് റോംബസ് അല്ല, റെക്റ്റാങ്കിൾ കൺവേർട്ടഡ് ഇൻ ടു എ പാരലലോഗ്രാം. ഓക്കെ, അപ്പൊ പാരലോഗ്രാം ആയിട്ട് മാറും. ആ പാരലോഗ്രാമിലേക്ക് നമ്മൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് മാറുന്നത് എന്നത് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ സർക്കിൾ ആണെങ്കിൽ എന്ത് മാറ്റം വരും? സർക്കിളിന് നമ്മളിപ്പോൾ എന്തായാലും 4 സെന്റർ മെത്തേഡ് അറിയാലോ. നമ്മുടെ ഈ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ആണ്, റോംബസ് ആണ് വരച്ചിരിക്കുന്നത്, അറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ നമ്മൾ മറ്റ് കോർണേഴ്സ് ഒക്കെ വരയ്ക്കുന്നത്, പിന്നെ ആർക്ക് 4 സെന്റർ മെത്തേഡ്, 2 സെന്റേഴ്സ് ഇവിടെ സ്പോട്ട് ചെയ്തു ആൻഡ് അതർ 2 സെന്റേഴ്സ് ഹിയർ, 4 ആർക്ക് വരയ്ക്കുന്നു. നമ്മളുടെ എലിപ്സ്, സോ കോൾഡ് അപ്രോക്സിമേറ്റ് എലിപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ച ഐഡിയ കുറെ കൂടെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരുപാട്. എനിക്ക് തോന്നുന്നു അത് ഒന്ന് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഐഡിയ ഇങ്ങനെയൊക്കെയാണ് വരേണ്ടത്. ഇത് 2 പോസിബിലിറ്റി. എന്തോ ഇതും തമ്മിലുള്ള വ്യത്യാസം, ഈ സർക്കുലർ ലാമിന ഇവിടെ ഹൊറിസോണ്ടൽ ഐസോമെട്രിക് പ്ലെയിനിലേക്ക് വന്നു. ഇപ്പൊ ഒരു വെർട്ടിക്കൽ സിലിണ്ടർ ആണ് വരയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരുന്നേനെ വരച്ചേനെ. ഹൊറിസോണ്ടൽ സിലിണ്ടർ ആയിരുന്നെങ്കിൽ ഒന്നിൽ ഈ ഓറിയന്റേഷൻ അല്ലെങ്കിൽ മറ്റൊരു ഓറിയന്റേഷൻ ഉണ്ട്. ഇതിപ്പോ എങ്ങോട്ടാ ചെയ്യുന്നത്? റൈറ്റ് വേർഡ് ചെയ്തു, ആക്സസ് ലെഫ്റ്റ് വേർഡ് പോവും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരയ്ക്കുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്തതാ ഹൊറിസോണ്ടൽ സിലിണ്ടർ ഒക്കെ. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി കൺഫ്യൂഷൻ. ഇനി ഹെക്സഗൺ ആണെങ്കിൽ എങ്ങനെയായിട്ട് മാറും? വെർട്ടിക്കൽ ഐസോമെട്രിക് പ്ലെയിനിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമെന്നും, ഹൊറിസോണ്ടൽ ഐസോമെട്രിക് പ്ലെയിനിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരയ്ക്കുമെന്നും. ഇങ്ങനെ ഫിഗർ കണ്ടാൽ മാത്രം പോരാ, വി ഷുഡ് പ്രാക്ടീസ്. നമുക്കറിയണം ഇങ്ങനെയാണ് അതിന്. ഇവിടെ ഇപ്പൊ ഇതൊന്നും കറക്റ്റ് അല്ല, ഇത് നോക്കണം, ഇവിടെ പ്രോപ്പർലി നോട്ട് ഇൻസ്ക്രൈബ്ഡ്. ഓക്കെ, അതൊക്കെ നമുക്ക് ഇതിലെ മിസ്റ്റേക്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. കാരണം ഈ ലൈൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നത് ഈ നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ സ്ലൈഡ്സിലോട്ട് പേസ്റ്റ് ചെയ്യുമ്പം ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നതൊക്കെയാണ് കേട്ടോ. ലൈൻസ് അതല്ലെങ്കിൽ പല ഫോമാറ്റിലുള്ള PPT എടുക്കുമ്പം 2013 അതൊക്കെ അങ്ങനെ 2003 വിൻഡോസ് ഫോമാറ്റോ അത് കഴിഞ്ഞിട്ടുള്ള ആ വേർഷൻസിലോട്ട് മാറുമ്പോൾ ഉള്ള ആ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുന്നതാണ്. അതർവൈസ് അത് അതിലോട്ട് ചേർന്ന് തന്നെയാണ് വരേണ്ടത്. ഇങ്ങനെയൊക്കെ ഉള്ള ഗ്യാപ്പ് വരില്ല. ആക്ച്വലി ദി സൈഡ് ഈസ് ഓൺ ദ സൈഡ് ഓഫ് ദി റെക്റ്റാങ്കിൾ ആക്ച്വലി, അല്ലെങ്കിൽ ഹെക്സഗൺ ഈസ് perfectly inscribed inside the rectangle, and that rectangle എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫോംഡ് ഇൻ ടു എ പാരലലോഗ്രാം ഇൻ എൻ വെർട്ടിക്കൽ ഐസോമെട്രിക് പ്ലെയിൻ, ഇവിടെ ഹൊറിസോണ്ടൽ ഐസോമെട്രിക് പ്ലെയിൻ. രണ്ടിലായാലും നമ്മൾ റെഗുലർ ഹെക്സഗണെ അങ്ങോട്ട് ചെയ്തു. അപ്പൊ പിന്നെ എല്ലാ സൈഡും പിന്നെ ഈക്വൽ ആയിട്ട് വരില്ല, 2 സൈഡ്സ് മാത്രം ഈക്വൽ. ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ് ഈക്വൽ ഇൻ ദ സെൻസ് they will retain the true length എന്നാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ. അപ്പൊ സർക്കിൾ മാറുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ മാറും എന്നൊക്കെ നമുക്കറിയാം. സെമി സർക്കിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഹാഫ് ദിസ് വൺ. പിന്നെ പെന്റഗണൽ പിരമിഡ് ഒക്കെ വരയ്ക്കാൻ ഇപ്പൊ നമുക്ക് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്യുക, ജസ്റ്റ് റൺ ത്രൂ ദ സ്ലൈഡ്സ്. അതിന് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, അതിന്റെ സെന്റേഴ്സ് ഉണ്ട്. സെന്റേഴ്സ് വരച്ചു കഴിഞ്ഞിട്ട് നമുക്കതിന്റെ അപ്പെക്സ് ഹൈറ്റ് മാർക്ക് ചെയ്യുന്നു. ഈ സെന്റർ പോയിന്റ് കിട്ടിയിട്ട് ഹൈറ്റ് മാർക്ക് ചെയ്യുന്നു. നമ്മൾ വരച്ച പ്രൊസീജിയർ തന്നെ കൊണ്ടുപോയാലും മതി. സോ വിൽ ഗെറ്റ് എ പെന്റഗണൽ പിരമിഡ്. പക്ഷെ ഇങ്ങനെ വിസിബിലിറ്റി ഇങ്ങനെ പോരാ, നമുക്കറിയാലോ ഏതൊക്കെ വിസിബിൾ ആകും, പ്രോപ്പറായിട്ട് വരയ്ക്കുന്നതൊക്കെ അറിയാം. 3 ഡയമെൻഷനാലിറ്റി കൊടുക്കുമ്പോൾ ആ ഡയഗ്രത്തിന് ഏതൊക്കെ വിസിബിൾ ആവണം, ഡാർക്ക് ആകണം എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഐ ഷുഡ് നോട്ട് ടെൽ യു ദാറ്റ്. ഇത് പെന്റഗണൽ പ്രിസം വിച്ച് ഈസ് ഹൊറിസോണ്ടൽ, ലൈങ് ഓൺ HP ഓൺ വൺ ഓഫ് ദ ഫേസസ്. ഒരു പെന്റഗണൽ പ്രിസം അതിങ്ങനെ ലൈങ് ഹൊറിസോണ്ടലി,
ഇപ്പോൾ ഇവിടെ ലൈൻസ് ഒക്കെ ഇങ്ങനെ മാറിയൊക്കെ കിടക്കുന്നുണ്ട്. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഇതാണ് ലോജിക് എന്ന് മനസ്സിലാക്കുക എന്നുള്ളൂ, അങ്ങനെയുള്ളതേ ഉള്ളൂ. ഹൊറിസോണ്ടൽ ഹെക്സഗണൽ പ്രിസം, പെന്റഗണൽ പ്രിസം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമുക്ക് അതും വരയ്ക്കാൻ കഴിയണം. എനിക്കൊന്ന് ഹെക്സഗണൽ പ്രിസം വരച്ചു, പെന്റഗണൽ പ്രിസം ഇസ് ലൈക്ക് ദിസ്, ഇതുപോലെ ഒന്ന് വരച്ച് ഒന്ന് ശ്രമിക്കണം. അതും നമുക്ക് ചാൻസ് ഉള്ളതാണ്, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഹെക്സഗണൽ വെർട്ടിക്കൽ ഹെക്സഗണൽ പ്രിസം, വെർട്ടിക്കൽ നമുക്കറിയാലോ, അത് ഇവിടെയൊക്കെ ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ അതേ ഇഷ്യൂ ആണ്. ഈ ഇതിൻ്റെയൊക്കെ കോപ്പി ആൻഡ് പേസ്റ്റിലും അങ്ങനെയൊക്കെ വരുന്നതിൽ പറ്റുന്നതാണ്, അത് മാറിക്കിടക്കുന്നത്. ആൻഡ് യു ഷുഡ് നോ യു നോ ഇറ്റ് ആക്ച്വലി. ആ കോർണറൊക്കെ പ്രോപ്പർലി അലൈൻഡ് ആയിരിക്കണം, മീറ്റ് ചെയ്യണം. ഇതുപോലെ സോളിഡിൽ ഒരിക്കലും ഇങ്ങനെ വി ഷുഡ് നോട്ട് കീപ് ദ ബൗണ്ടറീസ് ഓപ്പൺ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കണം. അത് നമുക്ക് കിട്ടും, നമ്മുടെ കോമൺ സെൻസ് ഉണ്ട്, നമുക്ക് തീരെ അങ്ങനെ മനസ്സിലാവാത്തതല്ല. സിലിണ്ടർ, അപ്പോൾ സിലിണ്ടറിനെ മനസ്സിലാക്കുക, സിലിണ്ടർ വെർട്ടിക്കൽ സിലിണ്ടർ, ഹൊറിസോണ്ടൽ സിലിണ്ടർ അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ ഇത് മുതൽ കാര്യം സീരിയസ് ആണ്, കാരണം നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് ഈ കോണിക്കൽ ഫ്രസ്റ്റം അത് നമ്മൾ ചെയ്തിരുന്നു, കോണിൻ്റേത്. ഇതാണെങ്കിൽ സ്ക്വയർ പിരമിഡിൻ്റെ ഫ്രസ്റ്റമാണ്, സ്ക്വയർ പിരമിഡിൻ്റെ ഫ്രസ്റ്റം. അപ്പം അത് എങ്ങനെയാണ് വരയ്ക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള. സോ ദിസ് ഈസ് വൺ വേ ഓഫ് കൺസ്ട്രക്ടിങ് ഇറ്റ്. ഇങ്ങനെ മാത്രമല്ല, നമുക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പെന്റഗണൽ ഫ്രസ്റ്റം ഓഫ് എ പെന്റഗണൽ പിരമിഡ് എന്നുള്ളത്, അപ്പം അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് ഈ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആ പാർട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ വരച്ച് കാണിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ വരും എന്ന് വരച്ച് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഡിലീറ്റ് ആൻഡ് സീ ദിസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നത് എന്നിവിടെ പെന്റഗണൽ ഇത് ചെയ്യേണ്ടി വരും. ഇത് നമ്മളുടെ ഒരാൾ ചോദിച്ചതാണ്, എക്സാക്ട്ലി നിങ്ങളുടെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ഉള്ള ഒരു ചോദ്യമാണ്, പെന്റഗണൽ പിരമിഡിന്റെ ഫ്രസ്റ്റം. ഇത് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, കോമൺലി അഡ്രസ് ഇറ്റ് നമുക്ക്, സോ ദാറ്റ് വി ക്യാൻ ഡു ഇറ്റ്. കാരണം ഇത് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, പെന്റഗണൽ പിരമിഡിന്റെ ഫ്രസ്റ്റം. പിന്നെ ഹെക്സഗണൽ പിരമിഡിന്റെ ഫ്രസ്റ്റം ആകാം, സ്ക്വയർ പിരമിഡിന്റെ ഫ്രസ്റ്റം ആകാം. കോണിക്കൽ നമ്മൾ ഓൾറെഡി ചെയ്തു, കോണിക്കൽ ഫ്രസ്റ്റം നമ്മൾ ചെയ്തു. ബക്കറ്റ് ഷേപ്പ് ഇതുപോലൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തു. പക്ഷെ നമ്മളൊരു ലോജിക്ക് എടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസായിരുന്നു. ആദ്യം ഇങ്ങനെ സ്ക്വയർ പിരമിഡിന്റെ ഫ്രസ്റ്റം വരച്ച് വെച്ചിട്ട്, സ്ക്വയർ പിരമിഡിന്റെ ഫ്രസ്റ്റം വരച്ച് അതിൽ സർക്കിൾസ് 2 ഒരു വലുതും ഒരു ചെറുതും. പക്ഷെ ഞാനിങ്ങനെ ഈ ലോജിക്ക് വെച്ചല്ല പറഞ്ഞത്, ഒരു പോയിന്റിന് അറൗണ്ട് ആയിട്ട് റോംബസ് കൺസ്ട്രക്ട് ചെയ്ത് അവിടെ തന്നെ ഇതങ്ങ് ചെറിയ എലിപ്സ് വരയ്ക്കുന്നതും താഴെ വലിയ എലിപ്സ് വരയ്ക്കുന്നതും ടാൻജൻഷ്യലി കണക്ട് ചെയ്യുന്നതും. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, സോ യു ക്യാൻ ഡു ദാറ്റ്. ഇനി അതിൻ്റെ മേളിൽ വേറെ ഏതെങ്കിലും സോളിഡ് ഉണ്ടെങ്കിലും യു ക്യാൻ ഡു ദാറ്റ്. പിന്നെ സ്ക്വയർ പിരമിഡ്, ഇപ്പം ഈ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെൻട്രലി പ്ലേസ്ഡ് പിരമിഡ്, ഒരു സ്ക്വയർ പിരമിഡ് എടുത്ത് ഒരു ക്യൂബോയിഡിന്റെ മേളിൽ ക്യൂബിന്റെ 50 mm ക്യൂബിന്റെ മേളിൽ എടുത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കുക. കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ്, യു ക്യാൻ ഡു ദിസ്. ഇത് പക്ഷേ ഇത് എക്സാമിന് ചോദിച്ചാൽ ചെയ്തേക്കണം. സോ സിമ്പിൾ, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലുള്ളത് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നോക്കണം. എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് എ റൈറ്റ് ടൈം ടു ആസ്ക്. അടുത്ത നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സിൻ്റെ സമയത്തോ അതിന് മുമ്പോ ഒക്കെ ഒന്ന് ചെയ്താൽ കോമൺലി നമുക്ക് ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഞാൻ അതിന് അറ്റ്ലീസ്റ്റ് സ്റ്റെപ്സ് എങ്കിലും ഞാനങ്ങ് പറയാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നീട് ഉള്ള മറ്റു കുറേ കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്, അതൊക്കെ നോക്കുക. നമുക്ക് ട്രയാങ്കുലർ പിരമിഡ്, ഇതിൻ്റെ മേളിലായിട്ട് ഇപ്പം നമ്മൾ ഇരിക്കുന്ന ക്യൂബ് 50 mm ലോങ് എഡ്ജസ് ആണ്. അതിൻ്റെ മേളിൽ നമ്മളിപ്പോൾ ഒരു ട്രയാങ്കുലർ പിരമിഡ് ഇരിക്കും. നേരത്തെ ഇരുന്ന സ്ക്വയർ പിരമിഡ് ആയിരുന്നു, ഇപ്പം ഇരിക്കുന്ന ട്രയാങ്കുലർ പിരമിഡ് ലൈക്ക് ടെട്രാഹെഡ്രനൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ പക്ഷേ ഇത് ടെട്രാഹെഡ്രൻ അല്ല. കാരണം എന്താ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. ടെട്രാഹെഡ്രന്റെ ഹൈറ്റ് എത്ര അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരച്ചിട്ടാണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ ഒക്കെ വരച്ചിട്ട് അതിന്റെ ഇത് ടോപ്പ് വ്യൂ ദെൻ ഫ്രണ്ട് വ്യൂ വരച്ചു. ഫ്രണ്ട് വ്യൂവിൽ ഹൈറ്റ് കിട്ടി, ആ ഹൈറ്റ് എടുത്താണ് ഇവിടെ മാർക്ക് ചെയ്തത് ടെട്രാഹെഡ്രൻ. അത് മാത്തമാറ്റിക്കലി എത്രയാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇറ്റ്സ് അറൌണ്ട് 0.816 ടൈംസ് ദ സൈഡ് ആകും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഓർത്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്ത് അങ്ങനെയുള്ള ചെറിയ ഉടായ്പിനൊക്കെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും, എത്ര വരും എന്നുള്ളത്. സി ദിസ് ഈസ് ട്രയാങ്കുലർ പിരമിഡ്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. പക്ഷേ അത് ബേസ് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. പിന്നെ ടേപ്പർ ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ചുറ്റും 3 ഐസോസെലസ് ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെ ട്രയാങ്കുലർ പിരമിഡ് ഈ സെൻട്രലി പ്ലേസ്ഡ് എബവ് ദ ക്യൂബ് എന്നുള്ളത്. അപ്പം ഇതുപോലെ നേരത്തേതും ഇതുപോലുള്ളതും കൂടെ ഒന്ന് നോക്കിയേക്കണം. പിന്നെ സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയർ, ഐ നോ ഇറ്റ് ആക്ച്വലി. ഇവിടെ ഇപ്പോൾ ഒരു സ്ഫിയർ ഇരിക്കുന്നതിന് നമ്മളെ സ്ഫെറിക്കൽ റേഡിയസ് എന്നൊക്കെ പറഞ്ഞ ലോജിക്ക് ഒന്ന് ഓർത്തിരിക്കും. ഇതൊരു സ്ക്വയർ സ്ലാബിന്റെ അല്ലെങ്കിൽ സ്ക്വയർ പ്രിസം, ചെറിയ ഹൈറ്റുള്ള സ്ക്വയർ പ്രിസത്തിന്റെ മേളിൽ സെൻട്രലി ഒരു സ്ഫിയർ റെസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഹെമിസ്ഫിയർ ആണെങ്കിൽ
വിത്ത് ഫ്ലാറ്റ് സർഫസ് ഫേസിങ് അപ്വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പം ഇത് രണ്ടും കൂടെ വരയ്ക്കാൻ ശ്രമിച്ചാണ്. നമ്മൾ ഈ കംപ്ലീറ്റ് വരയ്ക്കില്ല, നമുക്ക് ഹാഫേ നമ്മൾ വരയ്ക്കുള്ളൂ. നമ്മൾ ആ ലോജിക്ക് നമുക്കറിയാം. ഒരു ഹെമിസ്ഫിയർ ഫേസിങ് വിത്ത് ഫ്ലാറ്റ് സർഫസ് ഫേസിങ് അപ്വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കോണിക്കൽ ഫ്രസ്റ്റമിന്റെ മേളിൽ നമ്മൾ വരച്ചു കഴിഞ്ഞു ഓൾറെഡി. സോ നമുക്കറിയാം എങ്ങനെയാണ് അത് വരേണ്ടതെന്ന് നമുക്കറിയാം. ഓക്കെ, എക്സാക്ട്ലി ദിസ് വൺ. സി, ഇതാണ് കൂടുതൽ തവണ എക്സാം ക്വസ്റ്റൻ ഒക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഡയമെൻഷൻസ് എടുത്ത്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയിരിക്കാം, അപ്പോൾ ഐസോ സ്കെയിൽ വരയ്ക്കാൻ മറക്കരുത്. അങ്ങനെയുള്ള ഡയമെൻഷൻസ് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ ആ വിധത്തിൽ വേണം നമുക്ക് ഇതിനെ ചെയ്തു വരാൻ. താഴത്തെ റോംബസ് വരച്ചു, ടോപ്പിൽ റോംബസ് വരച്ചിട്ട് അതിനെ പിന്നെ ചെറിയ റോംബസ് അകത്ത് കൺസ്ട്രക്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളാണെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പോയിന്റിന് അറൗണ്ട് ആയിട്ട് റോംബസ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്കറിയാം, ഹൈറ്റ് എടുത്തിട്ട്. അപ്പോൾ താഴത്തെ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മൾ ഹൈറ്റ് എടുത്തു, ആ പോയിന്റിന് അവിടെ ഒരു ഹൊറിസോണ്ടൽ വരച്ചു, പിന്നെ 30 ഡിഗ്രി ലൈൻസ് വരച്ചു, അതിൽ മാർക്ക് ചെയ്തു, വെർട്ടിക്കലിലും മാർക്ക് ചെയ്തു, റോംബസ് കൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ചെയ്തത്. ഇവിടെ ഇപ്പം ആ ബോക്സ് ടൈപ്പ് കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് നിങ്ങൾ എങ്ങനെയാണോ ഫെമിലിയർ, കൂടുതൽ പേരും എനിക്ക് വരച്ചയച്ചു തന്ന അതേ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ താഴെയും മേളിലുമായിട്ട് നമ്മൾ എലിപ്സ് വരയ്ക്കുന്നു, സോ കോൾഡ് അപ്രോക്സിമേറ്റ് എലിപ്സ് 4 സെന്റർ മെത്തേഡ് വെച്ച് ചെയ്തിട്ട് പിന്നെ അതിന് മേളിൽ നമ്മൾ ഹെമിസ്ഫിയർ, അത് അറിയാലോ, സെന്റർ സ്പോട്ട് ചെയ്തു. ഇവിടെ ഇവർ ഈ സ്ഫിയർ വരച്ചിട്ട് പകുതിയിലൂടെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താണ് ആ സെന്റർ പോയിന്റ് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളവിടെ റോംബസ് കൺസ്ട്രക്ട് ചെയ്യും. ആ റോംബസിന് ഉള്ളിലാണ് ഇൻസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നർത്ഥമില്ല. റോംബസ് അവിടെ വരയ്ക്കും, റോംബസ് വരച്ചിട്ട് നമ്മൾ ഇതുപോലെ റോംബസ് അവിടെ വരച്ചിട്ട് റോംബസിൽ ഇൻസ്ക്രൈബ് ചെയ്യും. നമുക്ക് ഫുൾ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊണ്ടുവരണ്ട, സ്ഫിയർ ആയിട്ട് വേണ്ട, നമുക്ക് ഇത്രയും മതിയാവും. വി ഹാവ് ഡൺ ഇറ്റ് ആക്ച്വലി, നമ്മൾ ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ള കേസ്. ഇനിയും ക്വസ്റ്റ്യൻസ്. ഇത് ഒരു അൾട്ടിമേറ്റ് വൺ. ഒരു തവണ MG യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത് ഒരു കട്ട് സെക്ഷൻ്റെ, അതായത് ഒരു സ്ക്വയർ പിരമിഡിനെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ അപ്പർ പോർഷൻ അങ്ങ് റിമൂവ് ചെയ്യുന്നു. എന്നാൽ ബാക്കി ഇരിക്കുന്ന റെസിഡ്യുവൽ സോളിഡ് ഉണ്ടല്ലോ, ട്രങ്കേറ്റഡ് സോളിഡിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ ഈ അപ്പർ പോർഷൻ റിമൂവ് ചെയ്തിട്ട് ബാക്കി അവശേഷിക്കുന്ന ഭാഗത്തിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ. കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട, നമ്മൾ ഇതുവരെ വരച്ചതെല്ലാം വരച്ചുകൊണ്ട് വരിക. ആൻഡ് അൾട്ടിമേറ്റ്ലി യു വിൽ ബി ഹാവിംഗ് ദ കാപ്പബിലിറ്റി ടു ഡ്രോ ദിസ്. ഇത് വലിയ കാര്യമൊന്നുമില്ല. ആകെ കൂടെ ഉള്ളൊരു പ്രശ്നം, ഈ ഹൈറ്റ് ഇവിടെ നിന്ന് കിട്ടുന്നത്, ഇവിടെ കട്ട് ചെയ്യുന്ന കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന വെർട്ടിക്കൽ ഹൈറ്റ്സ്, ഈ ഹൈറ്റ് നമുക്ക് ഈ വ്യൂ എന്ന് വേണം കിട്ടാൻ. നമ്മൾ ടെട്രാഹെഡ്രം വരച്ചപ്പം അതിന്റെ ഹൈറ്റ് നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് കിട്ടിയതുപോലെ ഇവിടെ ഇത് വരച്ചിട്ടാണ് ഈ ഹൈറ്റ് കിട്ടുന്നത്, കട്ടിംഗ് പ്ലെയിൻ വരച്ചിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ദിസ് ഈസ് ഫ്രം വേറെ എന്ന് ചോദിച്ചാൽ സെക്ഷൻ ഓഫ് സോളിഡ്സ് എന്നും പറഞ്ഞ് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് മൊഡ്യൂൾ 3 സെക്ഷൻ ഓഫ് സോളിഡ്സ് ഉണ്ട്. അവിടെ നിന്നാണ് ഈ കട്ടിംഗ് പ്ലെയിൻ ലൊക്കേഷൻ ഒക്കെ കിട്ടുന്നത്. പക്ഷെ ഇത് സെക്ഷന്റെ ചോദ്യം അല്ല. ശരിക്കും പറഞ്ഞാൽ ഐസോമെട്രിക് വ്യൂ ഓഫ് ദ സെക്ഷൻഡ് സോളിഡ്. ഇതുപോലെ സ്ക്വയർ പിരമിഡിനെ ഒരു ഇൻക്ലൈൻഡ് കട്ടിംഗ് പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്ത് ഒരു പോർഷൻ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്ന ഭാഗത്തിന്റെ താഴത്തെ പോർഷന്റെ അതിന്റെ ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഇവിടെ വ്യൂ ആണ് വരയ്ക്കാൻ ആവശ്യപ്പെടുക. അപ്പം അങ്ങനെ കിട്ടിയിട്ട് ഹൈറ്റ് ഒക്കെ കിട്ടും. അത് സെക്ഷൻ കിട്ടുമ്പം ടോപ്പിൽ നിന്ന് നോക്കിയാൽ കിട്ടുന്ന പോയിന്റ്സുകളൊക്കെ നമ്മൾ ഇതുപോലെ നെയിം ചെയ്ത് 1 2 3 4 എന്ന് ഒക്കെ കാണിക്കും. ഇപ്പൊ ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. ആ ഹൈറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഈ റെഫറൻസ് മാത്രം കിട്ടിയാൽ മതി കേട്ടോ. എനിവൺ ക്യാൻ ഡു ഇറ്റ് ആക്ച്വലി. ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എനി ഡിഫിക്കൽട്ടി അറ്റ് ഓൾ. ഈ ആദ്യം കിട്ടുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതാണ് ആ സെക്ഷൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന, ബാക്കി അവശേഷിക്കുന്ന ഭാഗം ഇത്രയാണ്. അപ്പം ഇത് വരയ്ക്കാനായിട്ട് ഒരു തവണ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. കട്ടിംഗ് പ്ലെയിൻ ഇവിടെ ഈ ആക്സിസിന്റെ, ഈ സോളിഡിന്റെ ആക്സിസ്, ഈ ഹൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിസംസ്, പിരമിഡ്സ്, കോൺസ് ആൻഡ് സിലിണ്ടേഴ്സ്. അപ്പൊ സിലിണ്ടറും എന്ന് വെച്ചാൽ ടോപ്പ് എൻഡ് ഫേസും ബോട്ടം എൻഡ് ഫേസും ഒരേപോലെയൊക്കെ ഇരിക്കുന്ന ഇതുപോലുള്ളത്, എൻഡ് ഫേസ് ഐഡന്റിക്കൽ ഇതുള്ളത് സിലിണ്ടർ ആൻഡ് പ്രിസംസ്. ഇത് ട്രയാങ്കുലർ പ്രിസം, സ്ക്വയർ പ്രിസം, പെന്റഗണൽ പ്രിസം, ഹെക്സഗണൽ പ്രിസം ആൻഡ് സിലിണ്ടർ. ഇതെല്ലാം പ്രിസ്മാറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ ടോപ്പും ബോട്ടവും ഐഡന്റിക്കൽ അങ്ങനെയുള്ളത്. ഇനി ബേസ് വന്നിട്ട് ആൻഡ് ഇറ്റ് ഈസ് ടേപ്പേർഡ് ടു എ പോയിന്റ് കോൾഡ് അപ്പെക്സ്, അങ്ങനെയുള്ളത്. അത് പിരമിഡൽ സ്ട്രക്ചേഴ്സ്. പിരമിഡൽ ആ ഷേപ്പുകളിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യൂബ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രിസം ആണ് ക്യൂബ് എന്ന് പറഞ്ഞാൽ, വിത്ത് ഓൾ ദ എഡ്ജസ് സെയിം, ഓൾ ദ 12 എഡ്ജസ് ആർ സെയിം ഇൻ ദ ക്യൂബ്. ക്യൂബ് ഈസ് ഓൾസോ കോൾഡ് ഹെക്സാഹെഡ്രൻ. ക്യൂബിനെ നമ്മൾ ടെട്രാഹെഡ്രൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇക്വലാറ്ററൽ ട്രയാങ്കുലർ ഫേസ് 4 എണ്ണം വരുന്ന ഒരു ട്രയാങ്കുലർ പിരമിഡാണ്, സ്പെഷ്യൽ ട്രയാങ്കുലർ പിരമിഡാണ് ടെട്രാഹെഡ്രൻ. അതുപോലെ ക്യൂബ് എന്തോ ആണ്, 6 ഫേസസ് ഉണ്ട്. ഓൾ 6 ഫേസസ് ആർ റീജിയൻസ് ഓഫ് സ്ക്വയേഴ്സ്. All 12 edges are equal in length. ഈ ക്യൂബിനെ that is also called hexahedron.
എന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെയൊക്കെ പ്രൊജക്ഷൻസ് ആണ് വേണ്ടത്. ദെൻ ഇവിടെ കോൺ ഉണ്ട്. കോൺസും പിരമിഡ്സും ആണ് ഈ രണ്ടാമത്തെ ടൈപ്പ്, ഈ ടേപ്പർ ചെയ്ത് ഒരു കുർത്ത് ഒരു പോയിന്റിലേക്ക് വരുന്നത്. സോ അപ്പെക്സ് ഓഫ് വെർട്ടെക്സ്. സാധാരണഗതി നമ്മൾ പിരമിഡ് നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്ക്വയർ പിരമിഡ് എന്നങ്ങ് പറയും. പക്ഷേ ദി അതർ പിരമിഡ്സ് ആർ ഓൾസോ ഹിയർ. ട്രയാങ്കുലർ പിരമിഡ്, then square pyramid, pentagonal pyramid and hexagonal pyramid. ചുറ്റുമുള്ള ഫേസസ് ഒക്കെ ട്രയാങ്കിൾസ്, ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ്. ഇവിടെ കോൺ ആണെങ്കിൽ ചുറ്റുമുള്ളത് കേർവ്ഡ് സർഫസ്, രണ്ട് സർഫസ് ആണുള്ളത്. ബേസ് ഈസ് എ സർക്കിൾ. ഇവിടെ സിലിണ്ടർ 3 ഫേസസ് ഉണ്ട്. എൻ ഫേസസ് ആർ സർക്കുലർ പ്ലെയിൻസ് ആൻഡ് ദെൻ ചുറ്റുമുള്ളത് കേർവ്ഡ് ഫേസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അതുപോലെ ട്രയാങ്കുലർ, സ്ക്വയർ, പെന്റഗണൽ, ഹെക്സഗണൽ. ദെൻ ഇവിടെ ക്യൂബ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രിസം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ടെട്രാഹെഡ്രൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പിരമിഡ്. What is that special type? A solid having 4 triangular faces. With all 4 triangular faces are regions of equilateral triangles. Equilateral triangles faces ആയിട്ട് വരുന്ന ഒരു ട്രയാങ്കുലർ പിരമിഡ് ആണ് ടെട്രാഹെഡ്രൻ എന്നുള്ളത്. അത് നമുക്കറിയാം, ഇപ്പോൾ ഓൾറെഡി നമുക്ക് ചെയ്തിട്ടുള്ള ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ പല പൊസിഷനിൽ ആക്സിസ് നേരാവണ്ണം റെഗുലർ ആയിട്ട് ഇരുന്നിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ഇൻ 1 സ്റ്റേജ് വിൽ കംപ്ലീറ്റ്. പക്ഷെ അങ്ങനെയല്ല നമ്മളോട് ആവശ്യപ്പെടുന്നത്. വിത്ത് ആക്സിസ് ഇൻക്ലൈൻഡ് അതിനെയൊക്കെ ടിൽറ്റ് ചെയ്ത് വെച്ചിട്ട് വരയ്ക്കാനൊക്കെ ആവശ്യപ്പെടുക. അപ്പോൾ അത് ചിലപ്പോൾ ഒരു സ്റ്റേജ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ പ്രൊജക്ഷൻസ് നമുക്ക് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. പക്ഷേ നമുക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ടിൽറ്റഡ് പൊസിഷനിലൊക്കെ വരയ്ക്കും. ഇനി ഇതിന് ഏതൊക്കെ സ്ക്വയർ പ്രിസം ആണോ, പിരമിഡ് ആണ്, സിലിണ്ടർ ആണ്, കോൺ ആണ്, അങ്ങനെയാണെങ്കിൽ അതിന് എന്തൊക്കെ പാരാമീറ്റേഴ്സ്, ഡയമെൻഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഹൈറ്റും ബേസ് ഡയമീറ്ററും ബേസ് എഡ്ജസും ലാറ്ററൽ എഡ്ജസ് എന്നും ഒക്കെ പറയുന്നത് അതെന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ സ്ലൈഡ്സ്. ആൻഡ് ദിസ് ഓൾസോ ഐ വിൽ പാസ് ഇറ്റ് ഓൺ. ഐ മീൻ ഇത് ചെയ്യും, അല്ലെങ്കിൽ ആദ്യത്തെ 2 നോക്കി കഴിഞ്ഞിട്ട്. പക്ഷെ ഇതാണ് നമുക്ക് ഇനി മുമ്പോട്ട് വരച്ച് ചെയ്യേണ്ടത്. പക്ഷെ ഒരു കാരണവശാലും ഇത് മാത്രം ഇങ്ങനെ നോക്കി വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു സ്കില്ലും വരാൻ പോകുന്നില്ല. സോ നമ്മൾ എടുത്ത് വെച്ച് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് യു ഷുഡ് ആൻസർ ദാറ്റ്. പ്രൊജക്ഷൻ ഓഫ് ലൈൻ ആയാൽ പോലും ഇതിൽ കിടക്കുന്ന അനിമേഷൻ അത് അവിടെ കിടക്കേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ, നമ്മൾ സ്കെയിൽ ഒക്കെ എടുത്ത് റോൾ ആൻഡ് റോ സ്കെയിൽ വാട്ട് എവർ ഇറ്റ് ഈസ് അതെടുക്കുക, XY എടുക്കുക, പാരലൽ ലൈൻസ് വരയ്ക്കുക, A' മാർക്ക് ചെയ്യുക, ആംഗിൾസ് എടുക്കുക. ഐ മീൻ ടു സ്കെയിൽ യൂസ് പ്രൊട്രാക്ടർ, ടേക്ക് ആംഗിൾ ആൻഡ് നോ റഫ് സ്കെച്ചിങ്. യു ടേക്ക് ആംഗിൾസ് ആൻഡ് ദെൻ മെഷർ ചെയ്ത് തന്നെ എടുത്തേക്കുക. ആസ് ഫാർ ആസ് പോസിബിൾ ഫുൾ സ്കെയിലിൽ തന്നെ അങ്ങ് വരയ്ക്കാൻ ശ്രമിക്കുക. പ്രൊജക്ഷണൽ ലൈൻസ് ഒക്കെ അങ്ങനെ വേണം പഠിക്കാൻ. അല്ലാതെ ഇതിൽ കിടക്കുന്ന പോലെ സിംപ്ലി സം റഫ് സ്കെച്ചസ് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് കറക്റ്റ് പൊസിഷൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ ഈ സിലിണ്ടറിനും കോണിനും അതുപോലെ ഇമാജിനറി ലൈൻസ് ഡ്രോൺ ലൈക്ക് ദിസ് ഓൺ ദ ലാറ്ററൽ സർഫസ്, അതിന് ജനറേറ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ ജനറേറ്റർ അല്ല, സംതിങ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിസിറ്റി, ഐ മീൻ നമ്മുടെ മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി എന്നൊക്കെ പറയുന്ന ഇലക്ട്രിക്കൽ ജനറേറ്റർ ഓൾട്ടർനേറ്റർ ഒന്നും അല്ല. ഇവിടെ നമ്മൾ പറയുന്നത് കോണിൻ്റെയും സിലിണ്ടറിലും ഉള്ള ഇങ്ങനെ സർഫസിൽ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ്. കോണിൻ്റെയും സിലിണ്ടറിൻ്റെയും ചുറ്റുമുള്ള സർഫസ്, കേർവ്ഡ് സർഫസ്, ഇങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള വിധത്തിൽ എടുക്കുകയാണെങ്കിൽ ആ ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജനറേറ്റേഴ്സ്. ഇനി നമ്മളിതിനെ ജനറേറ്റേഴ്സ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റേഴ്സ് കോണിന്റെ കേസിൽ ദാറ്റ് ഈസ് ആ ജനറേറ്ററിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് സ്ലാൻഡ് ഹൈറ്റ്. ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഹൈറ്റ്, വെർട്ടിക്കൽ ഹൈറ്റ് അല്ല, ഇൻക്ലൈൻഡ് ഹൈറ്റ്, അതിന്റെ ലെങ്ത്. ഇതാണെങ്കിൽ വെർട്ടിക്കൽ, സിലിണ്ടർ ആണെങ്കിൽ വെർട്ടിക്കൽ ഹൈറ്റ് തന്നെയാണ് ലെങ്ത് ഓഫ് ദ ജനറേറ്റർ. അപ്പൊ ജനറേറ്റർ എന്നൊക്കെ ഉള്ള ടേം ഇവിടെയാണെങ്കിൽ ബേസ് എഡ്ജ് എന്ന് പറയുന്ന ബേസിന്റെ എഡ്ജ്, ദെൻ അതാവൺ ലാറ്ററൽ എഡ്ജസ്. ലാറ്ററൽ എഡ്ജസിന് ഇവിടെ പിരമിഡിന്റെ കേസിൽ സ്ലാൻഡ് എഡ്ജ്, ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് സ്ലാൻഡ് എഡ്ജ് എന്നും വിളിക്കും, അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ്. പിന്നെ ലാറ്ററൽ എഡ്ജസ്, ലാറ്ററൽ ഫേസസ് ആർ റീജിയൻസ് ഓഫ് ട്രയാങ്കിൾസ്. ട്രയാങ്കുലർ ഫേസ് ആണ്. ഇവിടെയാണെങ്കിൽ ചുറ്റുമുള്ള ഫേസസ് എന്തോ റെക്ടാങ്കുലർ ആണ്. ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ശരിക്കും ഒരു കോമൺ സെൻസ് ഓറിയന്റഡ്. നമ്മളിപ്പം നമ്മൾ തുടക്കത്തിലോ അല്ലെങ്കിൽ ഈവൻ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ഷേപ്പൊക്കെ കണ്ടിട്ട് ഇത് എന്തോ ആണെന്ന് ഓർക്കും. പക്ഷേ ഇപ്പം നമുക്ക് അത് കണ്ടാൽ മനസ്സിലാവും എന്തോ ആണ് അത്. ലാറ്ററൽ എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താ, ബേസ് എഡ്ജ് എന്താ, അതിൻ്റെ ഷേപ്പ് എന്താ, ഐ മീൻ ബേസ്ഡ് ഓൺ കോമൺ സെൻസ് ഓൺലി. പിന്നെ അത് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടുതൽ കേസ്. ജസ്റ്റ് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള സെക്ഷൻസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ് വരയ്ക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കോണിക് സെക്ഷൻസ് എന്ന് പറഞ്ഞ എലിപ്സ് ഒക്കെ നമ്മൾ വരച്ചിരുന്നു. ഇപ്പോൾ സിലിണ്ടർ ആയാലും റൈറ്റ് സർക്കിലെ കോൺ ആയാലും അതിനെ ഇൻക്ലൈൻഡ് പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടുന്ന ആ സെക്ഷൻ ക്രിയേറ്റഡ് ഓർ സെക്ഷൻ ജനറേറ്റഡ് വിൽ ബി ആൻ എലിപ്സ്. ഇങ്ങനെ എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്യുകയാണെങ്കിൽ